ബുദ്ധിയുള്ള ജീവി ആരാണ്? മനുഷ്യനാണ്. കാരണം ഒരു ചെടിയെ നോക്കിയാലോ വൃക്ഷത്തെ നോക്കിയാലോ വികസിച്ച ഒരു തലച്ചോറ് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ എന്താണെങ്കിലും ചെടിയല്ല ചെടിയുടെ കാര്യം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഉള്ളതിൽ ഏറ്റവും ബുദ്ധിയുള്ളത് നമ്മളാണ്. എന്നാൽ നമ്മളാണോ ഈ ചെടിയൊക്കെ ഡിസൈൻ ചെയ്തത്? അല്ല. നമുക്കും അറിയില്ല ഇതൊക്കെ എങ്ങനെയാണ്. എന്തിന്? നമ്മുടെ ഉള്ളിലുള്ള കാര്യം പോലും ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഉള്ളതിൽ ഭേദം നമ്മളാണ്. അതിന് കാരണം എന്താണ്? നമുക്കറിയാം, നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, മറ്റ് ജീവജാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്കുള്ള പ്രത്യേകത നമുക്ക് എന്താണ്? വളരെയധികം പ്രത്യേകിച്ച് വിശേഷ ബുദ്ധി ഉണ്ട് എന്ന് പറയും, അല്ലേ? ആ വിശേഷ ബുദ്ധി എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബി.ഫാം പഠിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും ആ കോഴ്സ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് എടുത്തു കൊടുക്കാനായിട്ട് ജോലിക്ക് നിൽക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിൽക്കും. പക്ഷെ ബി.ഫാം കഴിഞ്ഞാൽ ഒരു മെഡിസിൻ ഫാക്ടറി തന്നെ തുടങ്ങാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അത് നമുക്ക് പലപ്പോഴും അറിയില്ല. അതായത് നമ്മൾ മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ എന്ന് പറയില്ലേ, നമ്മുടെ കയ്യിൽ ഉള്ളതിൻ്റെ വില അറിയില്ല. അതുപോലെ മനുഷ്യനുള്ള ഏറ്റവും പ്രത്യേകത, മനുഷ്യന് വിശേഷ ബുദ്ധി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ വിശേഷ ബുദ്ധി ഉള്ളപ്പോൾ നമ്മൾ അതിനെ കൂടുതൽ പ്രയോഗിക്കണം. ഇപ്പം നമ്മുടെ ഒരു പുതിയ ഒരു പ്രോഡക്റ്റ് ഇറക്കുക, അതിൻ്റെ പരസ്യം കൊടുക്കണം, പരസ്യം ഡിസൈൻ ചെയ്യണം. പരസ്യം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? നമ്മുടെ എതിരാളികൾക്ക് ഇല്ലാത്ത എന്ത് ഗുണമാണോ നമ്മുടെ പ്രോഡക്റ്റിനുള്ളത് അത് നമ്മൾ വളരെ വലുതാക്കി കാണിക്കും. ഇതുപോലെ ഇവിടെയുള്ള ആർക്കും, മറ്റ് ജീവജാലങ്ങൾക്കൊന്നും വിശേഷ ബുദ്ധി ഇല്ല, നമുക്കാണതുള്ളതെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കിയെടുത്ത് പ്രയോഗിക്കണ്ടേ? വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ വിശേഷ ബുദ്ധി എന്താണെന്ന് വെച്ചാൽ അനേക സാധ്യതകളിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. ഇത് മറ്റ് ജീവജാലങ്ങൾക്ക് കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ ആലോചിക്കുകയാണ്, ഇഡലി ഉണ്ടാക്കിയേക്കാം, മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇഡലി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് എന്തിനാണ്? മനസ്സിൽ നമ്മൾ തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്, എത്ര ഇഡലി ഉണ്ടാക്കി വെച്ചാലും കുട്ടികൾക്ക് ദോശയാണ് ഇഷ്ടം, എന്നാൽ പിന്നെ എന്തുണ്ടാക്കാം? ദോശ ഉണ്ടാക്കിയേക്കാമെന്ന് തീരുമാനിക്കാം. അപ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം നടക്കുന്ന എവിടെയാണ്? മനസ്സിലാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇഡലി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് അത് വേണ്ടാന്ന് വെച്ച് ദോശ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അനേക സാധ്യതകളിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളതിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഇതിനുള്ള കഴിവ് മനുഷ്യനാണ് വളരെ കൂടുതൽ. ഇനിയോ ഇവിടെ ഭഗവാന്റെ റോൾ എവിടെയാണ് വരുന്നത്? ഇത്രയും അനേക സാധ്യതകളിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് വരെ മനുഷ്യരെ സൃഷ്ടിച്ചാണ് വിട്ടിരിക്കുന്നത്. ഈ മൊബൈലൊക്കെ കിട്ടുമ്പോൾ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ, ആപ്പൊക്കെ ഇൻസ്റ്റോൾ ചെയ്ത് വിട്ടതുപോലെ ബ്രഹ്മാവ് ഇത്രയും വിശേഷ ബുദ്ധി തന്നാണ് വിട്ടത്. അപ്പൊ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ആരുടേതാണ്? നമ്മളുടേതാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും, എന്നാലും ഭഗവാനെ നീ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചല്ലോ, നിനക്ക് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാതിരിക്കാൻ പാടില്ലായിരുന്നു. അപ്പം നമ്മളിതെല്ലാം ഭഗവാന്റെ തലയിലോട്ട് ഇട്ടുകൊടുക്കും. എന്നാൽ നമുക്ക് വലിയ പുരസ്കാരമൊക്കെ കിട്ടിയാലോ എന്തെങ്കിലും ചെയ്തതിന്? നമ്മൾ പറയും, എത്ര കഷ്ടപ്പെട്ട്, എത്ര രാത്രികളോ ഉറക്കളച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണെന്നറിയാമോ എനിക്കിതൊക്കെ കിട്ടിയത്. അവിടെ ഭഗവാന്റെ റോളേ ഇല്ല. പക്ഷെ ഇവിടെ എവിടെയാണ് നമ്മുടെ റോൾ? ഭഗവാന്റെ റോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇഡലി വേണ്ടാന്ന് തീരുമാനിച്ചു, ദോശ വേണം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള ശക്തി ഭഗവാൻ തരണം. എങ്ങനെ? ദോശക്കല്ല് എടുത്തു വയ്ക്കണം, ദോശ ചുടണം, ഇതിനൊക്കെ നമുക്ക് ശക്തി വേണ്ടേ? അതിനുള്ള ശക്തി തരുന്നതാണ് ഭഗവാൻ. തീരുമാനം നമ്മളുടേതാണ്. ഇനി എങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് ഭഗവാൻ ശക്തി തരും? ഏത് തീരുമാനം തീരുമാനിച്ചാലും ശക്തി തരും. എന്തിനും ശക്തി ഭഗവാൻ തന്നെ തരണം. എനിക്കൊരാളുടെ നല്ല വൈരാഗ്യവും സൂര്യയില്ല എന്നെ കൊണ്ട്. അപ്പം വിചാരിച്ചു ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം. എന്തൊക്കെ ചെയ്യാം? ഒന്നുകിൽ അയാളെ നല്ലതുപോലെ ഒന്ന് ചീത്ത പറയാം, നമുക്കൊരു മനസ്സമാധാനം കിട്ടും. മറ്റേ മോഹൻലാൽ പറയുന്നത് ഒരുത്തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സമാധാനമൊക്കെ പറയുന്നത് പോലെ വഴക്ക് പറയുമ്പോൾ നമുക്കൊരു സമാധാനം, ആളെ ചീത്ത പറയുമ്പോൾ എനിക്ക് സമാധാനം കിട്ടാം. അല്ലെങ്കിൽ നന്നായിട്ട് രണ്ട് പൊട്ടിച്ചാൽ, നമ്മൾ പറയില്ലേ, നന്നായിട്ടൊന്ന് അടിച്ചാൽ സമാധാനം കിട്ടും.
മൂന്നാമതോ അയാളെ വേണമെങ്കിൽ കൊല്ലാം. അനേക സാധ്യതയുണ്ട്. ഇതിൽ നിന്നൊന്നും തിരഞ്ഞെടുക്കേണ്ടത് ആരാണ്? നമ്മൾ വേണം, നമ്മുടെ വിശേഷ ബുദ്ധി വെച്ച് വേണം തിരഞ്ഞെടുക്കാൻ. അയാളെ കൊല്ലാനാണ് ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ചു. ഈ കൊല്ലാനുള്ള ശക്തിയും ആര് തരും? ആര് തന്നേ പറ്റൂ? ഭഗവാൻ തന്നേ പറ്റൂ. എന്നിട്ട് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തീരുമാനങ്ങൾ എടുക്കാനുള്ളത് നമ്മളുടേതാണ്. അപ്പൊ അത്രമാത്രം കഴിവുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യനുമല്ല പ്രകൃതിയിലെ ഈ ജീവജാലങ്ങളുടെ സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇത്ര ബുദ്ധിയോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും ബുദ്ധിയുള്ള ഒരാളായിരിക്കണമല്ലോ, അല്ലേ? ഏതോ ഒരു വലിയ ശക്തി ഉണ്ട്. ഈ ശക്തിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഈശ്വരൻ. പക്ഷെ ശക്തി, അപ്പൊ നമ്മൾ പറയും ഈശ്വരനെ കാണാൻ പറ്റില്ല. ഏതെങ്കിലും ശക്തി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? മസിൽ വീർത്തു വരുന്നു എന്ന് വെച്ചാൽ അത് ശക്തിയാണെന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും അവനവൻ്റെ ശക്തി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ശക്തിയാണ്, ഊർജമാണ്. കണ്ടുപിടിച്ച ആൾ പോലും അതിനെ കണ്ടിട്ടില്ല. പക്ഷെ ഫാനിലൂടെ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിലൂടെ വരുമ്പോൾ ഷോക്ക് അടിക്കുമ്പോൾ നമ്മൾ അറിയും ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന്. അതല്ലാതെ നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഊർജത്തിനെ കണ്ണുകൊണ്ട് കാണുക, ശക്തിയെ കണ്ണുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് അനുഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈശ്വരനെ നമ്മൾ കാണുന്നില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ശക്തി, ഊർജം ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ശാരദാദേവി പറഞ്ഞത് ശരിയല്ലേ? ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും, അങ്ങനെയാണെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചതിന് പിന്നിലും പല ഘടകങ്ങൾ ചേർത്ത് വെച്ചിട്ടല്ലേ നമ്മുടെ മനുഷ്യ ശരീരം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലോ. ഇതിനെയെല്ലാം കൃത്യസ്ഥലത്ത് കൊണ്ടുവച്ച് ഇൻടാക്റ്റായിട്ട് വെക്കാൻ ഒരു ശക്തിയുണ്ട്. അതിന് പറയുന്ന പേരാണ് ഈശ്വരൻ. ഈ ശാരദാദേവി ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസര് പറഞ്ഞിട്ടുണ്ട്, ശാരദാദേവി എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവി എന്ന അറിവിന്റെ ദേവതയാണ്, അല്ലേ? അപ്പോൾ വിവേകാനന്ദ സ്വാമി പോലും, അതായത് ഈ ലോകത്തിനെ മുഴുവൻ തൻ്റെ പാണ്ഡിത്യം കൊണ്ട് അമ്പരപ്പിച്ച വിവേകാനന്ദ സ്വാമി പോലും ബഹുമാനിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന അമ്മയാണ്. തൻ്റെ ഗുരുവിൻ്റെ പത്നി ആയതുകൊണ്ട് മാത്രമല്ല. ഒരിക്കലും ഇതുപോലെ വിവേകാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ ഒരു ഭൃത്യൻ മോഷണം നടത്തി. അപ്പൊ വിവേകാനന്ദ സ്വാമി കോപിച്ച് അയാളെ പുറത്താക്കി. അയാൾ എന്ത് ചെയ്തു? നേരെ ശാരദാദേവിയുടെ അടുക്കൽ പോയി പരാതി പറഞ്ഞു. അപ്പൊ ശാരദാദേവിക്ക് കാര്യം തോന്നി അയാളെ തിരിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ആ ആശ്രമത്തിലുള്ള വേറൊരു അന്തേവാസിയുടെ കൂടെ വിവേകാനന്ദ സ്വാമിയുടെ അടുക്കലെത്തി. ഇദ്ദേഹത്തെ കണ്ടപ്പോഴേ വിവേകാനന്ദ സ്വാമി നിലവിളിക്കാൻ തുടങ്ങി. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവിടുന്ന് പൊയ്ക്കോളെന്ന്, നീ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ. അപ്പൊ കൂടെയുള്ള ഭൃത്യൻ പറഞ്ഞു, അതല്ല, ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ ആര് പറഞ്ഞിട്ടുണ്ട്? അമ്മ ശാരദാദേവി പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടാലുടൻ ആ വിവേകാനന്ദ സ്വാമിയുടെ മറുപടി, ഓ അപ്പൊ നീ പോയി ഹൈക്കോർട്ടിലാണ് പിടിച്ചതല്ലേ എന്ന്. ഒരക്ഷരം പറയാതെ ശാരദാദേവി പറഞ്ഞത് വിവേകാനന്ദ സ്വാമി അനുസരിച്ചു. അപ്പോൾ അത്രയും അറിവിൻ്റെ സരസ്വതിയായിട്ടുള്ള ആ ശാരദാദേവി ചൂലിലും ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ തലം നമുക്ക് മനസ്സിലായോ? ആ ഘടകങ്ങളെ ചേർത്ത് നിർത്തുന്ന ശക്തിയാണ്. പക്ഷെ നമുക്കിതൊക്കെ പറയാൻ എളുപ്പമാണ്. പ്രപഞ്ചത്തിൽ ഇപ്പൊ ചൂലില് ഈശ്വരനുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈശ്വരൻ നിലനിൽക്കുന്നു എന്ന് സനാതന ധർമ്മത്തിൽ പറയാൻ കാരണം ഇതാണ്. പക്ഷെ ഇതെല്ലാം എനിക്ക് ഇവിടെ ഇരുന്ന് കസേരയിൽ പറയാൻ സുഖമാണ്, ഇതെല്ലാം നിങ്ങൾക്ക് കേൾക്കാനും സുഖമാണ്. നമ്മൾ ഭൗതിക ജീവിതത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമാണോ? എല്ലാ ചരാചരങ്ങളിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഭഗവാൻ അറിയാം അത്രയ്ക്ക് ബുദ്ധിയൊന്നും നമുക്കില്ല എന്നുള്ളത്. 20 സിഗരറ്റ് വലിക്കുന്ന ഒരാളോട് നാളെ തൊട്ട് ഒരു സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു നല്ല ഡോക്ടറാണെങ്കിൽ പറയും അടുത്ത ആഴ്ച ഒരു 2 എണ്ണം കുറയ്ക്കുക, അതിൻ്റെ അടുത്ത ആഴ്ച 2 എണ്ണം കുറയ്ക്കുക. ഇതുപോലെ തന്നെ ഭഗവാൻ നമ്മളോട് പറഞ്ഞു, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലൊന്നും നീ ഈശ്വരനെ കാണണ്ട, ഏറ്റവും കുറഞ്ഞ പക്ഷം ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ഒന്ന് ഭഗവാനെ കാണുക. നമുക്ക് തോന്നിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, അല്ലേ? എത്രയോ ഭേദമാണ്. ആ വിഗ്രഹത്തിൽ ഭഗവാനെ കാണാൻ കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ ആരാ?
അർജുനെ ഉയർത്തിക്കൊണ്ട് പോകണം. അത് കഴിഞ്ഞ് പറയുന്നത് എന്ത് പൊട്ടത്തെറ്റാണ് ഈ പറയുന്നതെന്നൊക്കെ. പക്ഷെ ആദ്യം അങ്ങ് ചേർത്ത് നിർത്തി. അതുപോലെ തന്നെ നമ്മളോട് പറയുകയാണ്, നിനക്ക് ഇത്രയും മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, നീ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ഈശ്വരനുണ്ടെന്ന് കാണുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങും, ഭഗവാനെ തൊഴും, പ്രാർത്ഥിക്കും. കുറേ ദിവസം കഴിയുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം, ഭഗവത് കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ. ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങിയതോടുകൂടി വീട്ടിലും കുറച്ച് സമാധാനം, ഇങ്ങനെയൊക്കെ. അപ്പോൾ ക്ഷേത്രത്തിൽ സ്ഥിരം വരാൻ തുടങ്ങിയപ്പോൾ ക്ഷേത്ര ഭാരവാഹികളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം അവർ പറഞ്ഞു, ചേച്ചി ഇവിടെ ശ്രീമദ് ഭഗവത്ഗീത ജ്ഞാനയജ്ഞം വരുന്നു, അല്ലെങ്കിൽ ചിദാനന്ദപുരി സ്വാമിജിയുടെയോ ഉദിച്ചൈതന്യജിയുടെയോ ഒക്കെയാണ്. ചേച്ചി എല്ലാ ദിവസവും കേൾക്കാൻ വരണം കേട്ടോ എന്ന് പറയും. അപ്പം തോന്നും, അന്ന് ഈ ഭഗവത്ഗീതയൊക്കെ ഒന്ന് മനസ്സിലാക്കിയാലോ. ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ തൊഴുമ്പോൾ തന്നെ ഇത്രയും സന്തോഷമാണെങ്കിൽ ഭഗവത്ഗീതയൊക്കെ കേട്ടാൽ ചിലപ്പോൾ ഇതിലും കൂടുതൽ അറിവുകൾ കിട്ടിയേക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇരുന്നു ഇതുപോലെ. അപ്പോൾ ഏതെങ്കിലും ഒരു ആചാര്യൻ ഭഗവത്ഗീത ഇവിടെ പഠിപ്പിക്കും. അപ്പോൾ ഏത് അധ്യായമാണ്? 10-ാം അധ്യായം, വിഭൂതി യോഗം. ആചാര്യൻ പറയുകയാണ്, പൂക്കളിൽ ഞാൻ താമരയാണ്, ആനകളിൽ ഞാൻ ഐരാവതമാണ്, വൃക്ഷങ്ങളിൽ ഞാൻ ആൽവൃക്ഷമാണ്, സരസാമസ്മി സാഗര, അല്ലേ, സാഗരങ്ങളിൽ ഞാൻ, അല്ലെങ്കിൽ സരസുകളിൽ ഞാൻ സാഗരമാണ്, കടലാണെന്നൊക്കെ. ഇത്രയും നാളും വിഗ്രഹത്തിലാണ് ഭഗവാനാണെന്ന് വിചാരിച്ചു. ഇപ്പൊ ആചാര്യൻ എന്താ പറയുന്നത്? വൃക്ഷങ്ങളിൽ ഞാൻ ആൽവൃക്ഷമാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പൊ ആൽവൃക്ഷം ആരാണ്? ശ്രീകൃഷ്ണൻ. നമ്മൾ എന്ത് ചെയ്തു? വേഗം ഒരു തടവൊക്കെ കെട്ടി അതിനെ ചൊറിയുന്നോ മാന്തുന്നോ ഒക്കെ നിർത്തിയിട്ട് അതിനെ പതുക്കെ പൂജിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഭഗവാൻ ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിൽ എന്താ പറയുന്നത്? ശ്രേഷ്ഠമായതിലെന്തും ഞാനുണ്ട്. അതായത് നമ്മളെ പടിപടിയായി കയറ്റിക്കൊണ്ടുവരികയാണ്. എല്ലാത്തിനും ഉണ്ടെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് ആയതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറ്റിക്കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ പതുക്കെ നമ്മുടെ കാഴ്ചപ്പാട് കുറച്ചും കൂടെ ഒന്ന് വികസിപ്പിച്ചു. എങ്ങനെ? പൂക്കളിൽ ഞാൻ താമരയാണ്, കടൽ കാണുമ്പോൾ ആ അനന്തതയെ നമുക്ക് ഓർമ്മ വരും, അതിലും ഈശ്വര ചൈതന്യമുണ്ടെന്ന് ഓർമ്മ വരും. ഇങ്ങനെയാണ് നമ്മളുടെ തലം പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതുകൊണ്ടാണ് സനാതന സംസ്കാരത്തിൽ എല്ലാ ചരാചരങ്ങളിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയും. അപ്പം എന്താണ്? പല വസ്തുക്കൾ കാണുമ്പോൾ ഞാൻ പറയും, ഇത് ശീലിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു 5 വസ്തുവിൽ ഈശ്വരനുണ്ടെന്ന് ഓർക്കുക. എപ്പോഴെങ്കിലും. ഇപ്പോൾ വിളക്ക് കാണുമ്പോൾ ആ വിളക്കിലും ഒരു ഈശ്വര ചൈതന്യമുണ്ട്. ഫാൻ കാണുമ്പോൾ ആ ഫാനിലും ഈശ്വര ചൈതന്യമുണ്ട്. നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോൾ അതിലും ഈശ്വര ചൈതന്യമുണ്ട്. ഒരു 5 വസ്തുവിൽ എല്ലാ ദിവസവും ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിച്ചാൽ ക്രമേണ പലതിലും നമുക്ക് ഈശ്വര ചൈതന്യം കാണാൻ സാധിക്കും. മാത്രമല്ല അഹങ്കാരം കുറച്ച് കുറയും. അതായത് ഇതൊക്കെ ഭഗവാനെ എന്തൊരു വൈവിധ്യം, ഇതൊക്കെ ആരാണോ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മളെക്കാളും ഒരു ഉയർന്ന ശക്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കാണുമ്പോൾ തല കുനിയാനും ഒരു വിധേയത്വം ഒക്കെ നമുക്കും വരും. ഇതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. അതായത് മനുഷ്യനെ ഒരു നല്ല വ്യക്തിയിൽ നിന്നും കൂടുതൽ നല്ല വ്യക്തിയായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികളാണ് ഈ സനാതന സംസ്കാരം തരുന്നത്. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിൽ നല്ല രീതിയിൽ മാറ്റം വരുത്തി വളരെ വികസിച്ച ഒരു വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ അത് പലപ്പോഴും മനസ്സിലാകാതെ ഇതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് നമ്മൾ പറയും. അവിടെയാണ് ഈ പ്രശ്നം. അതായത് നമ്മളുടെ ആചാര്യന്മാർ ഈ നല്ല നല്ല ആചരണ പദ്ധതികൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സംസ്കാരം എന്നുള്ളത്, നമ്മളുടെ ശീലങ്ങൾ നല്ല ശീലങ്ങളാക്കി മാറ്റി നമ്മളെ ഒരു നല്ല വ്യക്തിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ജീവിത പദ്ധതികൾ ആചാര്യന്മാർ, അതിന് പറയുന്ന പേരാണ് സംസ്കാരം. പക്ഷെ ജീവിത പദ്ധതി തരുമ്പോൾ ശാരീരികമായും ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും എല്ലാമുള്ള സുസ്ഥിതി വേണ്ടേ? ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല ഒരു വ്യക്തി അതിലും നല്ല വ്യക്തി ആകണമെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികപരമായിട്ടും എല്ലാം നമ്മൾ നല്ല രീതിയിലിരിക്കണം. അതിനായിട്ട് കുറേ ആചരണ പദ്ധതികൾ തന്നു. അതിന് പറയുന്ന പേരാണ് ആചാരം. പക്ഷെ നമ്മളുടെ വിചാരം ഇതെല്ലാം അന്ധവിശ്വാസമാണെന്നാണ്. ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ കൊള്ളാത്തൊരു
പക്ഷേ ഈ അന്ധവിശ്വാസം ഇല്ലെങ്കിൽ ഒരു ബന്ധവും നിലനിൽക്കില്ല. ഇവിടെ എന്തായിരിക്കും അവസ്ഥ? KSRTC ബസ്സിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഡ്രൈവറുടെ ലൈസൻസ് ചോദിക്കാറുണ്ടോ? അങ്ങ് നന്നായിട്ട് ഓടിക്കാറുണ്ടോ? ഒന്ന് ഓടിച്ച് കാണിച്ചേ എന്ന് പറഞ്ഞിട്ടാണോ കയറിയിരിക്കുന്നത്? അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുവാണ് എന്നെ ഇദ്ദേഹം സ്ഥലത്ത് കൊണ്ട് വിടുമെന്ന്. ശരിയല്ലേ? എല്ലാ കാര്യത്തിലും അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. ഒരു സുപ്രഭാതത്തിൽ 23 വയസ്സാകുമ്പോൾ അച്ഛൻ പറയും, മോളെ കല്യാണം കഴിക്കണമെന്ന്. നമ്മൾ ഒരാളെ വിവാഹം കഴിക്കുന്നു, നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ് നമ്മളുടെ മരണം വരെ ഇദ്ദേഹം നമ്മളെ നോക്കുന്നു. എന്താ തെളിവുള്ളത്? അമ്മ ഒരിക്കൽ പറയും ഇതാണ് അച്ഛനെന്ന്. കുഞ്ഞ് അന്ധമായി വിശ്വസിക്കുന്നു. ശരിയല്ലേ? ഈ അന്ധമായിട്ടുള്ള വിശ്വാസം അപ്പോൾ ഒരു പരിധി വരെ വേണ്ടേ? ഇതില്ലെങ്കിൽ എന്താകും അവസ്ഥ? പക്ഷെ നമ്മൾ അന്ധവിശ്വാസത്തിനെ അല്ല ഇല്ലാതാക്കേണ്ടത്. നമുക്ക് തിരിച്ചറിയാത്തടത്തോളം കാലം നമ്മളിതിനെ അന്ധവിശ്വാസം എന്ന് പറയും. തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴും എല്ലാം സയൻസാണ്. അപ്പോഴത്തേക്ക് സയൻസിലേക്കൊന്ന് പോകും. പക്ഷെ ഇതെല്ലാം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആചാരമെന്ത്, അനാചാരമെന്ത്, ദുരാചാരമെന്ത്, ഇത് തമ്മിലുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അപ്പൊ തിരിച്ചറിയണമെങ്കിൽ ആദ്യം ആചാരമെന്ത്, അനാചാരമെന്ത്, ദുരാചാരമെന്ത് എന്നുള്ളത് മനസ്സിലാക്കണം. ആചാരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആചരിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. അനാചാരം എന്ന് പറഞ്ഞാലോ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, പക്ഷെ ചെയ്തു എന്നാൽ സമൂഹത്തിന് ദോഷമൊന്നും ഇല്ല. ഇതാണ് അനാചാരം. ദുരാചാരമോ ചെയ്യാൻ പാടില്ല, ചെയ്താൽ അത് സമൂഹത്തിന് ദോഷമായി ഭവിക്കുകയും ചെയ്യും. അപ്പം ഇതിലേതാ കൂടുതൽ ദോഷം? ദുരാചാരം അല്ലേ? പക്ഷേ നമ്മൾ പല ആചാരങ്ങളെയും അന്ധവിശ്വാസമാണെന്നും അനാചാരമാണെന്നും തള്ളിക്കളയുകയാണ്. ഇപ്പം അതിനൊരു ഉദാഹരണം പറയാം. എൻ്റെ വണ്ടി ഓടിക്കുന്ന കുട്ടി എൻ്റെ തന്നെ സ്റ്റുഡൻ്റാണ്. 3 വർഷം ഞാൻ ഡിഗ്രിക്ക് പഠിപ്പിച്ചതാണ്. ഞാൻ കൺസൾട്ടൻ്റ് ആയിരിക്കുന്ന ഒരു കമ്പനിയിലെ സ്റ്റാഫുമാണ്. പക്ഷേ എനിക്ക് യാത്രകളുള്ളപ്പോൾ എൻ്റെ കൂടെ ഫുൾ യാത്രയ്ക്കുണ്ട്. അപ്പം എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഇത് വീട്ടിൽ ഇവനൊരു മോനെ പോലെയാണ് എൻ്റെ അമ്മയ്ക്കൊക്കെ. അപ്പോൾ വന്നപ്പോൾ 2 വർഷമായി വീട്ടിലെ ഒരു അംഗം പോലെയാണ്. അപ്പോൾ എന്താ, ഇവനെ കാണുമ്പോഴേ അച്ഛൻ എടാ യൂട്യൂബ് കിട്ടുന്നില്ല, മൊബൈൽ എടുത്ത് കാണിക്കും. അമ്മ ഇവനെ കണ്ടാൽ ഉടനെ ക്ലോക്കിൻ്റെ ബാറ്ററി, ക്ലോക്ക് ചത്തുപോയി, ഞാൻ ബാറ്ററി ഒന്ന് മാറ്റാമോ, അങ്ങനെ എല്ലാം. പക്ഷെ എന്ത് പറഞ്ഞാലും ഇടയിടുകയും നല്ല കൃത്യമായിട്ട് ചെയ്യും. എനിക്കാണെങ്കിലും വലിയൊരു സഹായമാണ് ഈ യാത്രയിലൊക്കെ. ഞങ്ങൾ മാറി ഓടിച്ചങ്ങ് പോകും. ലോങ് ഡ്രൈവുകളായതുകൊണ്ട് മുഴുവൻ ഓടിച്ചു പോകും. പിന്നെ അല്ലെങ്കിൽ അങ്ങാടിപ്പുറമാണ് പോകുന്നത്. അങ്ങാടിപ്പുറത്ത് നിന്ന് രാത്രി 2 മണിയാവും വീട്ടിൽ എത്തുമ്പോൾ. ഞങ്ങളിങ്ങനെ ഒന്നിച്ചങ്ങ് പോകും. അപ്പം അമ്മ പറഞ്ഞു, അപ്പോൾ എൻ്റെ വീട്ടിൽ ഇവനെല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ചേച്ചി ഇവനെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും, എന്തൊരു നല്ല മിടുക്കനല്ലേ, എനിക്കിവനെ ഒത്തിരി ഇഷ്ടമാണ്, നല്ല കുട്ടിയാണ്. അപ്പം അമ്മ ഉടനെ പറയും, നീ കണ്ണു വയ്ക്കാതെ അവനെ, ഇങ്ങനെ കണ്ണു വയ്ക്കാതെ എന്ന് പറയും. അത് കഴിഞ്ഞ ദിവസം അമ്മ എന്നോട് പറഞ്ഞു, എടി അവനെ ഒന്ന് ഒഴിഞ്ഞിടണം, നീ ഇന്ന് പ്രഭാഷണം കഴിഞ്ഞ് വരുമ്പോൾ അവനോടൊന്ന് നിൽക്കാൻ പറയണം, എനിക്ക് അവനെ ഒന്ന് ഒഴിഞ്ഞിടണം. ഞാൻ വിചാരിച്ചു ഭഗവാൻ BBA കഴിഞ്ഞ ഒരു കുഞ്ഞിനോട് പോയി ഒഴിഞ്ഞിടണം എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ്റെ മറുപടി എന്തായിരിക്കും? എന്താണെങ്കിലും ഞാൻ വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ പറഞ്ഞു, എടാ അമ്മ ഇന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഓടിപ്പോകരുത്, നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഒന്ന് ഒഴിഞ്ഞിടണം. ഒഴിഞ്ഞിടാനോ? എൻ്റെ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരും, ഞാൻ ഓടിക്കും അമ്മയെ. പിന്നെ ഒരു സങ്കടം കൂടി ഉണ്ട്, ഞാൻ ടീച്ചറല്ലേ, മിസ്സിൻ്റെ അമ്മയുടെ കയ്യിൽ തുപ്പുമൊക്കെ വേണമല്ലോ, ഒഴിഞ്ഞിടുമ്പോൾ ഈ തുപ്പാനൊക്കെ പറയുമല്ലോ. അപ്പം ആകെ ഒരു ധർമ്മസങ്കടം. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഒഴിഞ്ഞിടുന്ന എന്തിനാണെന്ന് നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു, ചുമ്മാ എന്തോ കണ്ണ് കിട്ടിയെന്നൊക്കെ പറയുന്നു, ഓരോ അന്ധവിശ്വാസം. അപ്പം ഞാൻ പറഞ്ഞു, ഇവനെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ എനിക്ക് മനസ്സിലായി, കാര്യമായിട്ട് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ഉള്ളതാണ്. അപ്പം അതെങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാം. ഞാൻ എന്ത് ചെയ്തു, വളരെ ദൂരെ ഉള്ള യാത്രയാണ്. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാനൊരു പ്രഭാഷണം നടത്തി കാറിലിരുന്ന്. അവന് എഴുന്നേറ്റ് പോകാൻ പറ്റില്ലല്ലോ, വണ്ടി ഓടിക്കുമല്ലോ, അവനിങ്ങ് പോകത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇന്ന് കേട്ടോളൂ. അപ്പം ഞാനൊരു പ്രഭാഷണം നടത്തി. അപ്പം ഞാനതിൽ പറഞ്ഞു, നമ്മളുടെ ആചാര്യന്മാർ
ഉപനിഷത്തിലൊക്കെ പറയും 3 തരത്തിലുള്ള ദീക്ഷാ സമ്പ്രദായങ്ങളുണ്ട്. ദീക്ഷ എന്ന് പറഞ്ഞാൽ ഗുരു തൻ്റെ ശക്തി ശിഷ്യനിലേക്ക് സംക്രമിപ്പിക്കുന്നതാണ്. 3 തരത്തിലുള്ള ദീക്ഷയാണ്. അതൊന്ന് സ്പർശ ദീക്ഷ, മറ്റൊന്ന് നയന ദീക്ഷ, മറ്റൊന്ന് സ്മരണ ദീക്ഷ. ഇങ്ങനെ 3 തരത്തിലുള്ള ദീക്ഷയുണ്ട്. ഇത് ഉപനിഷത്തിലുണ്ട്. പക്ഷെ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് കാഞ്ചി കാമകോടി പീഠത്തിലെ 68ാമത്തെ മഠാധിപതിയായിട്ടുള്ള ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ, മഹാപെരിയവ എന്നറിയപ്പെടുന്ന മഹാദേവന്റെ അവതാരം തന്നെ, നടമാടും ദൈവം എന്ന് പറയും, അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആദ്യം പറയുന്നത് സ്പർശ ദീക്ഷയാണ്. ഗുരുവും ശിഷ്യനും ഇരിക്കും. ഗുരു ശിഷ്യന്റെ മൂർധാവില് സ്പർശിക്കും. അതോടുകൂടി ഗുരുവിൻ്റെ ശക്തി ശിഷ്യനിലേക്ക് പകരും. ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് ജീവികളിൽ ഉദാഹരണം പറയും കുക്കുട ദീക്ഷ. കുക്കുട എന്ന് വെച്ചാൽ കോഴി സ്പർശത്തിലൂടെയല്ലേ മുട്ട വിരിയിക്കുന്നത്. അവിടെ ഒരു ജീവൻ ചൈതന്യം ഉണ്ടാകുന്നത് ആ ഒരു സ്പർശത്തിലൂടെയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വിവേകാനന്ദനാകുന്നതിന് മുമ്പുള്ള പേര് നരേന്ദ്രനാണ്. നരേന്ദ്രൻ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുക്കൽ എത്തുന്നുണ്ട്. അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം എന്താ മറുപടി പറയുന്നത്? നിന്നെ കാണുന്നത് പോലെ ഞാൻ ഈശ്വരനെ കാണുന്നു. എന്നാൽ പിന്നെ എന്നെയും കൂടെ കാണിച്ചു തരാൻ പറയുമ്പോഴാണ് മൂർധാവിനെ സ്പർശിക്കുന്നത്. അല്ലേ? സ്പർശിക്കുമ്പോഴെന്താണ്? ഈശ്വര ദർശനം ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണദേവന്റെ അവസാന സമയത്ത് ശ്രീരാമകൃഷ്ണദേവൻ ഇതുപോലെ വിവേകാനന്ദനെ സ്പർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, ഇനി എന്നെ ഒരു കാശിനും കൊള്ളില്ല. തൻ്റെ ശക്തി മുഴുവൻ വിവേകാനന്ദനിലേക്ക് സംക്രമിപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെയാണെങ്കിൽ സ്പർശത്തിലൂടെ എങ്ങനെയാണ് ശക്തി കൈമാറുന്നത്? സ്പർശത്തിലൂടെ ശക്തി കൈമാറുമോ? ഊർജം കൈമാറുമോ? ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഇവിടെ നിന്ന് ഒരു വളരെ ക്ഷേത്രത്തിലിരുന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നിന്ന് വളരെ വിലപിടിച്ച ഒരു വസ്തു കാണാതെ നിങ്ങൾക്ക് വൈകുന്നേരമായപ്പോഴാണ് ഇവിടെ ഉള്ളവർ മനസ്സിലായത് കണ്ടിട്ടില്ല, കാണാതെ പോയി. അപ്പോൾ ആരോ പറഞ്ഞു, രാവിലെ പ്രഭാഷണത്തിന് വന്ന ടീച്ചർ അതെടുത്ത് തിരിച്ചും മറപ്പിച്ചുമൊക്കെ നോക്കുന്ന കണ്ടു. ചേച്ചി പാവം തൊഴുവോ, നിങ്ങൾ അടിച്ചുകൊണ്ട് പോയത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ തന്നെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞത്. ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ, വിഷമിക്കണ്ട. അപ്പോൾ നിങ്ങൾ ആരുണ്ടോ പറഞ്ഞു, ടീച്ചർ സത്യമാണ്, ടീച്ചർ തിരിച്ചും മറിച്ച് നോക്കുന്ന കണ്ടു. അപ്പോൾ എന്താ, പോലീസിനെ അറിയിച്ചു. വളരെ വിലപിടിച്ച വസ്തുവാണ്, അതുകൊണ്ട് പോലീസിനെ അറിയിക്കാതെ പറ്റില്ല. നമ്മുടെ പോലീസാണെങ്കിൽ വളരെ തിരക്കിലാണ്. അടുത്ത ദിവസം വൈകുന്നേരമാണ് വന്നത്. പോലീസ് നായയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അവരാദ്യം ചോദിക്കും, ആ പുള്ളിക്കാരി എവിടെ ഇരുന്നത്? ടീച്ചറെന്നൊക്കെ ചോദിക്കുമോ? മോഷണം നടത്തി സംശയമുള്ള ആളല്ലേ. ആ പുള്ളിക്കാരി എവിടെ ഇരുന്നത്? അപ്പം നിങ്ങൾ ഈ കസേരയും മൈക്കും ഒക്കെ കാണിച്ചു കൊടുക്കും. നായ വന്ന് ഇവിടെ വേഗം മണക്കും. മണത്ത് കഴിഞ്ഞിട്ട് എന്താ, നേരെ ഇത് കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്കായിരിക്കും പോകുന്നത്. ഓഫീസിൽ നിന്ന് നേരെ എൻ്റെ വണ്ടി പോയിടത്തേക്ക് പോകും. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന എൻ്റെ സാന്നിധ്യം അടുത്ത ദിവസം വൈകുന്നേരം എങ്ങനെ നായ തിരിച്ചറിഞ്ഞു? നമ്മളെവിടെ സ്പർശിക്കുന്നുവോ, എവിടെ ഇരിക്കുന്നുവോ അവിടെ എല്ലാം നമ്മുടെ ഊർജം നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഫോറൻസിക്കുകാർ വേറെ ആരും തുടരുതെന്നൊക്കെ പറയുന്നത്. ഈ മൈക്കിൽ ഞാൻ തൊടുമ്പോൾ, ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഊർജം പല രൂപത്തിലുണ്ട്. ഞാൻ ഇന്നലെ കഴിച്ച ആഹാരത്തിൽ നിന്നാണ് എനിക്ക് ഊർജം ഉണ്ടാകുന്നത്. ഈ ഊർജം ഇപ്പോൾ എങ്ങനെയാണ് പുറത്തു വരുന്നത്? ശബ്ദ ഊർജമായിട്ട് പുറത്തു വരും. ഈ ഊർജം ഇവിടെ എല്ലാം തങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലുള്ള ഊർജം ഇവിടെ എല്ലാം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ഊർജമാണ് ഈ നായ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയുന്നത്. അതൊരു മണത്തിൻ്റെ രൂപത്തിൽ എങ്ങനെയാണെങ്കിൽ അത് അവിടെ അവശേഷിക്കണ്ടേ? അതൊരു ശക്തിയാണ്, ഊർജമാണ്. അതുകൊണ്ട് സ്പർശത്തിലൂടെ ഊർജം മാറ്റപ്പെടും. ഇനി ഒരു ഉദാഹരണം പറയാം. താഴെ ഒരു കല്ല് കിടക്കുകയാണെന്ന് വിചാരിക്കുക. ആ കല്ലിനൊരു ഊർജമുണ്ട്. പക്ഷെ അത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഊർജം മാറും. എങ്ങനെയാ? എൻ്റെ കയ്യിലെ ഊർജം കൂടെ അതിലേക്ക് വരും. ശരിയല്ലേ? ചെറിയ ചൂടൊക്കെ മാറും. പനി പിടിച്ചവരെ തുടരുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചറിൽ കയറുന്നതുകൊണ്ടല്ലേ? അല്ലേ? അവിടെ എന്താ മാറുന്നത്? ഊർജമാണ്
ഒരാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളിലേക്ക് മാറുന്നത്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് എച്ചിലും മറ്റുമൊന്നും പാടില്ല പറയുന്നത്. എല്ലാവർക്കും ഓരോ സാധനാബലമുണ്ട്. അവർ തൊട്ട ഒരു സാധനത്തിൽ തൊടുമ്പോൾ അവരുടെ ഊർജം അതിൽ കാണും. അതുകൊണ്ടാണ് സാധനാബലമുള്ളവർ, ഭഗവാൻ സത്യസായി ബാബ പറയും, അപരിചിതനായ ആരെയും പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കരുത്. നമുക്ക് കൂടുതലും നമസ്തയുള്ളൂ, ക്ഷയിക്കാനില്ല. പരിചയമുള്ളവരെ നമ്മൾ പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഈ സത്സംഗം പാടുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചുറ്റും ഒരു ഊർജമുണ്ട്. പക്ഷെ ഈ ഊർജം പോസിറ്റീവ് ഊർജം മാത്രമാണോ? പോസിറ്റീവ് ഊർജം ഉണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഈ പോസിറ്റീവ് ഊർജത്തിന് നമ്മൾ പറയുന്ന പേര് ഈശ്വരൻ, ചൈതന്യം എന്നൊക്കെ പറയും. നെഗറ്റീവ് ഊർജവും ഉണ്ട്. ഇതിന് ഭഗവാൻ സത്യസായി ബാബ ഒരു ഉദാഹരണം പറയും. ഈ മന്ദര വന്ന് കുരുട്ടുകുത്തി ഉപദേശിക്കുന്ന സമയം വരെ എപ്പോഴെങ്കിലും കൈകേയിക്ക് ശ്രീരാമനെ പറ്റി എന്തെങ്കിലും മോശം തോന്നിയിട്ടുണ്ടോ? രാമായണത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇനി കൈകേയിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വാൽമീകി ഭാഷ എഴുതാതിരിക്കുമോ? ഒളിച്ചു വയ്ക്കില്ല. കറക്റ്റ് മന്ദര വന്ന് ഓതിക്കൊടുക്കുമ്പോഴാണ് കൈകേയിയുടെ മനസ്സ് മാറുന്നത്. അത് പറയുന്നതാണ് ഒന്ന് വാക്ക്, ശബ്ദ ഊർജം. വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഊർജം വെളിയിലേക്ക് വരുമ്പോൾ അത് നമ്മളെ ബാധിക്കും. അല്ലേ? ശരിയല്ലേ? ചിലരെ പറ്റി കുറ്റം പറഞ്ഞ് നമ്മളെയൊക്കെ തിരിപ്പിക്കും, എന്നിട്ട് അടിയുണ്ടാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മുടെ മനസ്സിലുള്ള ദുഷിച്ചത് മുഴുവൻ വരും. ഊർജം ശബ്ദ ഊർജമായി പുറത്തു വന്ന് നമ്മളെ ബാധിക്കുന്നതാണ്. അതോടൊപ്പം പറയുകയാണ്, മന്ദര കയ്യേക്കിട്ടൊരു തട്ടും കൂടെ കൊടുക്കുന്നത്. നീ എന്തായി കാണിക്കുന്നത്? സ്പർശത്തിലൂടെ ആ ഊർജം എന്ത് പറ്റി? കൈകയിലേക്ക് നിക്ഷേപിക്കപ്പെട്ടു. അതോടുകൂടിയാണ് കൈകയിൽ ഇത്ര മാറ്റം വന്നത്. അപ്പം സ്പർശത്തിലൂടെ ഊർജ കൈമാറ്റം നടക്കും. അതുകൊണ്ടാണ് ആചാര്യന്മാരൊക്കെ മൂർധാവിന് തൊട്ട് നമസ്കരിക്കുന്നത് നല്ലതാണെന്ന് പറയും. അവരുടെ ദർശനം, സ്പർശനം, ഭാഷണം ഒക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ അമൃതാനന്ദമയി അമ്മ നമ്മളെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി. ശ്രീരാമകൃഷ്ണ പരമഹംസര് എല്ലാവരെയും പാദത്തിൽ തൊട്ട് നമസ്കരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഒന്നാമത് എല്ലാവരെയും ശിഷ്യരായിട്ട് സ്വീകരിക്കില്ല. വളരെ സെലക്റ്റീവായിട്ടുള്ളവരെ ശിഷ്യരായിട്ട് സ്വീകരിക്കും. അമ്മ എങ്ങനെയല്ല, ശാരദാദേവി എല്ലാവർക്കും റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെച്ച് മന്ത്രോപദേശം കൊടുക്കും. എല്ലാവരും കാലിൽ നമസ്കരിച്ചോളാൻ പറയും. കാലിലാണ് എത്ര നീരാണ്. ഏതാ? നമ്മൾ ഈ തൊട്ട് നമസ്കരിക്കുമ്പോൾ നമ്മുടെ പ്രാരബ്ധമാണ് നീരായിട്ട് കിടക്കുന്നത്. പല ആചാര്യന്മാരും സമാധിയാകുമ്പോൾ അവരുടെ കാലിന് നല്ല നീര് കാണും. നമ്മൾ പറയും ഭഗവാനാണ് പറയുന്നത് സ്വന്തം കാലിലെ നീര് പോലും മാറ്റാൻ കഴിവില്ല. നമ്മുടെ പ്രാരബ്ധമാണ് ഈ ഉണ്ടയായിട്ട് അവിടെ നീരായിട്ട് കിടക്കുന്നത്. ഭഗവാൻ സത്യസായി ബാബയാണെങ്കിലും ശാരദാദേവിയുടെ ഒക്കെ കാലില് ഈ നീര് നമ്മളുടെ പ്രാരബ്ധമാണ്. അപ്പൊ ശാരദാദേവിയോട് ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് എല്ലാവരെയും ഈ പാദങ്ങളിൽ നമസ്കരിക്കാൻ സമ്മതിക്കുന്നത്? ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെ സമ്മതിക്കാറില്ലല്ലോ. ശാരദാദേവി പറഞ്ഞെന്താണെന്നറിയാവോ? ഞാൻ അമ്മയല്ലേ മക്കളെ, ഇതെല്ലാം എൻ്റെ മക്കളല്ലേ. അപ്പം മക്കളുടെ അടുക്കല് അമ്മയുടെ അടുക്കൽ വന്നു കഴിയുമ്പോൾ എങ്ങനെ ഞാൻ നിരാകരിക്കും? ആ അമ്മയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഇതുകൊണ്ടാണ് ഈ ഒരു ഊർജമുള്ളത് കൊണ്ടാണ് ആചാര്യന്മാരെ നമ്മൾ ഗൃഹത്തിൽ വിളിച്ചുകൊണ്ട് വരണം, സന്യാസിമാരെ ഗൃഹത്തിൽ വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറയുന്നത്. അവരൊന്ന് നമസ്കരിച്ചാൽ, അവരൊന്ന് നമ്മളെ അനുഗ്രഹിച്ചാൽ അവരുടെ ചൈതന്യം നമ്മളിലേക്ക് വരും. അവർ നമ്മൾ ദർശന, സ്പർശനം, ഭാഷണം അവരെന്തെങ്കിലും സംസാരിച്ചാലും അവരുടെ ഊർജം തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മളിലേക്ക് വരും. രസകരമായിട്ടുള്ള ഒരു സംഭവം പറയാം. കുറച്ച് ദിവസം മുമ്പ് കാഞ്ചീപുരത്തിൽ പോയിരുന്നു. അപ്പം കാഞ്ചീപുരത്തിൽ ഭഗവത്ഗീത ഭാഷ്യ പാരായണാഞ്ജലി നടക്കുക. ഇപ്പം ഹിമാലയത്തിൽ നിന്നും പല സ്ഥലങ്ങളിലുമുള്ള സന്യാസി വര്യന്മാരെല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴുണ്ട് ഈ സന്യാസി വര്യന്മാർ, പാലക്കാടുള്ള കൃഷ്ണാത്മാനന്ദ സ്വാമിജി, ഇവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പോയി എല്ലാവരെയും, ഞങ്ങളുടെ കൂടെ ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്, നമ്മളിങ്ങനെ തീർത്ഥയാത്ര സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും വരാം. ഓരോ സ്ഥലങ്ങളായിട്ട് പോകും, എൻ്റെ സത്സംഗം കാണും, ഓരോ സ്ഥലത്തിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു കൊടുക്കും. ഒന്നുമില്ല, ഭാരതത്തിലെ പുണ്യസ്ഥലങ്ങളുടെ മഹാത്മ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെയാണ് കാഞ്ചീപുരത്തെത്തിയത്. അപ്പോൾ അവിടെ കൃഷ്ണാത്മാനന്ദ സ്വാമിജിയെ കണ്ടു, പാലക്കാട്. അപ്പോൾ ഞാൻ ഓടിപ്പോയി, ഞാൻ നമസ്കരിച്ചപ്പോൾ സ്വാമിജി എപ്പോഴിങ്ങനെ മൂർധാവിൽ തലയിൽ നേരെ കൈവച്ച് അനുഗ്രഹിക്കും. കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ സ്വാമിജി
മുകളിൽ നല്ല വലിയൊരു മുഴയുണ്ട്. മുടി ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തൊട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു, സ്വാമിജി ബ്രഹ്മരന്ധ്രം ഭേദിക്കാനായിട്ട് ആ സഹസ്രഹാര പത്മം ഇങ്ങനെ ഉയർന്നു വരുന്നതാണ്. ഒന്ന് തമാശയ്ക്ക് പറഞ്ഞു. സ്വാമിജി വെച്ചു, ഇത് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മൾ ഒരു കുഴപ്പമില്ല, പേടിക്കേണ്ടതല്ല, മാനേജ്മെൻ്റ് അല്ല, സ്വാമിജി എന്നെ കൈവച്ച് അനുഗ്രഹിച്ചാൽ മതി, ആ ചൈതന്യം അതിലൂടെ ഇറങ്ങിക്കൊള്ളുന്നത് ഞാൻ സ്വാമിജിക്ക് മറുപടിയും കൊടുക്കും. ഇതാണ് ആചാര്യന്മാരുടെ സ്പർശനം നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പം സ്പർശനത്തിലൂടെ ദീക്ഷ കൈമാറ്റം സംഭവിക്കുന്നു നമുക്കറിയാം. അടുത്തതാണ് ദർശനം. ദർശനത്തിലൂടെ ദീക്ഷ കൈമാറ്റം സംഭവിക്കും. അതായത് ഈ സ്പർശനത്തിന് മറ്റൊരു വിധം കൂടെയുണ്ട്. ഗുരു തൻ്റെ പാദം ശിഷ്യന്റെ മൂർധാവിൽ വെച്ച് അനുഗ്രഹിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതാണ് ആര് ചെയ്തത്? വാമനമൂർത്തി മഹാബലിക്ക് ചെയ്തത്. ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ 2 തരത്തിലുള്ള ദീക്ഷയുണ്ട്. ശക്തി ദീക്ഷ, ശാംഭവി ദീക്ഷ. ഈ ശാംഭവി ദീക്ഷയാണ് ഗുരു തൻ്റെ പാദത്തിൽ ഊർജമുണ്ട്. എൻഡ് പോയിന്റ്സിൽ, അറ്റങ്ങളിലെല്ലാം ഊർജം വളരെ കൂടുതലുണ്ട്. അപ്പം പാദം സ്പർശിക്കുമ്പോൾ ആ ചൈതന്യം പ്രവേശിക്കും. ഇതാണ് വാമനമൂർത്തി അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനാകാൻ വേണ്ടി അനുഗ്രഹം കൊടുത്ത് ശക്തിവാദം നടത്തിയതാണ്. സ്പർശിച്ചതേ ഉള്ളൂ. പക്ഷെ ഇത് അറിഞ്ഞ ഏതോ ചരിത്രകാരൻ അതിൻ്റെ പടം ഉണ്ടാക്കി. പടം കണ്ട ആർക്കോ തോന്നി ഇത് ചവിട്ടി താഴ്ത്തിയതാണ് അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ മഹാബലി ചരിതം എത്ര പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഒരു പുരാണത്തിൽ പോലും ചവിട്ടി താഴ്ത്തായിട്ട് പറഞ്ഞിട്ടില്ല. സന്തോഷമായിട്ട് ഗുഡ് ബൈ പറഞ്ഞാൽ നീ അവിടെ പോയിരുന്നു. ഇപ്പം ശരിയല്ല, ഇപ്പോൾ ഒരു മന്വന്തരം ആണ്, അതിലൊരു മനു ഭരിക്കുന്നുണ്ട്, അവിടെ കയറിയിരിക്കാൻ പറ്റുമോ? അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ആ അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനാക്കാം ഡെപ്യൂട്ട് ചെയ്ത് നേരത്തെ പോസ്റ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പം ഇതാണ് ദീക്ഷാ സമ്പ്രദായം. ഈ അടുത്തതാണ് നയനദീക്ഷ. നയനദീക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുരുവും ശിഷ്യനും മുഖാമുഖം ഇരിക്കും. ഗുരു തനിക്ക് എന്താണോ ശിഷ്യനിലേക്ക് എത്തിക്കേണ്ടത് അതെങ്ങനെ എത്തിക്കും? ആ നോട്ടത്തിലൂടെ ശിഷ്യനിലേക്ക് എത്തിക്കും. കാരണം എന്താണ്? കണ്ണിൽ ഊർജമുണ്ട്. കണ്ണിൽ ഊർജമില്ല നമുക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഇപ്പം വെളി മുഴുവൻ പ്രകാശമാണ്. നമ്മുടെ കണ്ണിൽ കൃഷ്ണമണിയുണ്ട്, റെറ്റിന, ഈ സാധനമൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഉള്ള എല്ലാവർക്കും കാഴ്ചയുണ്ടോ? ഈ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിലും ചിലർക്ക് കാഴ്ചശക്തിയില്ല. ആ കാഴ്ചശക്തി വേണമെങ്കിൽ അവിടെ ഒരു ശക്തി വേണം. നമ്മളെല്ലാം പറഞ്ഞു വരുന്നത് ഒരു പ്രകാശം, ഒരു ചൈതന്യം വേണം. അതില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ ഊർജം, പ്രകാശം കണ്ണിലൂടെയും പ്രവഹിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഗുരു ശിഷ്യന് മുഖാമുഖം ഇരിക്കും. ഗുരു ഒന്നും സംസാരിക്കില്ല, പക്ഷേ ശിഷ്യനിലേക്ക് പറയാനുള്ളത് എത്തും. ഇതാണ് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ആദിശങ്കരാചാര്യർ പറയുന്നത്. ദക്ഷിണാമൂർത്തി സ്തോത്രം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വശിഷ്ഠാൻ ദേവസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈ. മൗനവ്യാഖ്യ, മൗനത്തിലൂടെ വ്യാഖ്യാനം. മൗനത്തിലൂടെ എങ്ങനെയാണ് വ്യാഖ്യാനം? ഇവിടെ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ്. വളരെ യുവാവായിട്ടുള്ള ദക്ഷിണാമൂർത്തി ആ ആൽച്ചുവട്ടിലിരിക്കുന്നു. കുറച്ച് വൃദ്ധരായിട്ടുള്ള ശിഷ്യന്മാർ സനകാദികളിരിക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഗുരുവിന് എന്താണോ പറയാനുള്ളത് ശിഷ്യരിലേക്ക് എത്തും. അങ്ങനെയുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. ഒന്നും പറയാതെ തന്നെ ആ ശക്തി ശിഷ്യരിലേക്ക്. കാരണം വൈബ്രേഷൻസ് അല്ലേ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ചില സമയം എല്ലാ വർഷവും ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം തൊണ്ടവേദനയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ശബ്ദമൊക്കെ കുറച്ച് പോകും. ഇപ്പം ക്ലാസ്സിൽ പോയി കഴിയുമ്പോൾ ഈ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഒന്നും മിണ്ടണ്ട, കുട്ടികളെല്ലാം മുന്നിലിരിക്കുന്നു, ഞാൻ ഇവിടുത്തെ മനസ്സിൽ തീരുമാനിക്കുന്നു മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഇന്ന് പഠിപ്പിക്കാൻ പോവാണ്. ഇതിൻ്റെ എല്ലാ തിയറിയും അല്ലെങ്കിൽ എല്ലാ ഭാഗവും ഈ കുട്ടികൾക്ക് മനസ്സിലാകണേ. ഈ കുട്ടികൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ എന്ത് എളുപ്പമാണല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രഭാഷണത്തിന് ഞാനിവിടെ കസേരയിൽ വന്ന് ഇരുന്നാൽ മതിയല്ലോ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളൊരു കഴിവ് എനിക്കുമില്ല, ഇതുപോലെ സ്വീകരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുമില്ല. പക്ഷേ എന്ന് വെച്ച് ഇതില്ലായിരുന്നു എന്ന് പറയാൻ പറ്റും. നമുക്കില്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ
നടക്കുന്ന കാര്യമല്ല. എന്തിന്? PT ഉഷ ഓടിയിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. PT ഉഷ ഓടുന്ന പോലെ നമുക്ക് ആർക്കെങ്കിലും ഓടാൻ പറ്റുമോ? നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ PT ഉഷ ഓടിയിട്ടില്ലെന്ന് പറഞ്ഞാലോ? അതുപോലെ ഓടാനും മെഡൽ കിട്ടാനും PT ഉഷ പരിശ്രമിച്ചു. പക്ഷെ നമ്മൾ പരിശ്രമിച്ചില്ല. ഈ പരിശ്രമവും സാധനാബലവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ തലത്തിൽ എത്തിച്ചേരാം. പക്ഷെ എത്തിച്ചേരണമെങ്കിൽ ആദ്യം ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കണം. എന്നാൽ തന്നെ അതിനായി പരിശ്രമിക്കാൻ പറ്റും. ഇതാണ് നയന ദീക്ഷ. അതായത് നോട്ടത്തിലൂടെ ഊർജം പാസ് ചെയ്യും. അതുകൊണ്ടാണ് വലിയ ആചാര്യന്മാരെ ഒന്ന് ദർശിക്കുന്നത് തന്നെ പുണ്യം. അവരുടെ നോട്ടം നമ്മളിലേക്ക് വീണാൽ ആ ഊർജം പ്രതിഫലിക്കും. ഒരിക്കലും മഹാഭക്തനായിട്ടുള്ള ഒരാൾ ഗുരുവായൂർ പോയി. ഇത്രയും നേരം ക്യൂ നിന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്തെത്തിയപ്പോൾ തൊഴാൻ വിചാരിച്ചപ്പോൾ അപ്പുറത്തുള്ളവർ തള്ളി അപ്പുറത്തോട്ട് മാറ്റി വിട്ടു. ആകെ സങ്കടമായി. ഗുരുവായൂരപ്പനെ ഒന്ന് ശരിക്കും കാണാൻ പറ്റിയില്ല, ഒന്ന് നോക്കിയതേ ഉള്ളൂ എന്ന്. അപ്പം ഇതൊരു സ്വാമിജിയോട് കൂടി പറഞ്ഞു. അപ്പം സ്വാമിജി പറഞ്ഞു, നീ അതോർത്ത് വിഷമിക്കണ്ട. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നീ ഭഗവാനെ കണ്ടില്ലെങ്കിലും ആര് നിന്നെ കണ്ടിട്ടുണ്ട്? ഭഗവാൻ നിന്നെ കണ്ടിട്ടുണ്ട്. ആ ഭഗവാന്റെ നോട്ടം നമ്മളിലേക്ക് വീണാൽ എന്താണ്? ആ ഊർജം നമ്മളിലേക്ക് എത്തും. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത് തൊഴാൻ വേണ്ടി മാത്രമല്ല, ആ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ വിഗ്രഹത്തിലുള്ള ഊർജം നമ്മളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നയനദീക്ഷ. പക്ഷെ മുമ്പ് പറഞ്ഞതുപോലെ സ്പർശത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉള്ളതുപോലെ നയനദീക്ഷയ്ക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ദുഷ്ടബുദ്ധിയോടുകൂടി കുശുമ്പോടുകൂടി ആരെങ്കിലും നമ്മളെ നോക്കിയാൽ അത് നമ്മളുടെ ശരീരത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് ചില കലാകാരന്മാർ കണ്ടിട്ടുണ്ട്, വലിയ കുങ്കുമ നിറത്ത് പൊട്ട് തൊടും. ഈ കുങ്കുമ നിറത്തിന് വലിയ രചേച്ചിയൊക്കെ തൊട്ടിട്ടുണ്ട്. വലിയ പൊട്ട് തൊട്ടാൽ ഇപ്പം ഞാനിവിടെ നിന്ന് ഇത്രയും പേര് നിങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷെ എൻ്റെ ചേച്ചിയെ കാണുമ്പോൾ എൻ്റെ നോട്ടം ആദ്യം ചെല്ലുന്ന എവിടെയാണ്? ആ കുങ്കുമ പൊട്ടിലേക്കാണ്. ചുമപ്പിനും ഉപ്പിനും നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് നോക്കിയാൽ മതി. ഗൂഗിളിൽ പോയി മാതാപിത ഗൂഗിൾ ദൈവം, ഇപ്പം അങ്ങനെയാണല്ലോ പറയുന്നത്. ഗൂഗിളിൽ പോയി പ്രോപ്പർട്ടീസ് ഓഫ് സോൾട്ട് നോക്കിയാൽ ഉപ്പിന് വിഷാംശത്തിനെയും നെഗറ്റീവ് എനർജിയെല്ലാം വലിച്ചെടുക്കാൻ കഴിവുണ്ട്. ഈ ചുവപ്പ് നിറത്തിനും അതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പും ചുവന്ന മുളകും കൂടെ ചേർക്കുന്നത്. അപ്പം എന്താ വെച്ചാൽ കലാകാരന്മാരൊക്കെ ആകുമ്പോൾ ദൃഷ്ടി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അവരപ്പോൾ വലിയ പൊട്ടങ്ങ് തൊട്ടാൽ നോട്ടം ആദ്യം ഇങ്ങോട്ടേക്ക് വരും, ഈ പൊട്ടിലേക്ക് വരും. അപ്പോൾ ഈ ദൃഷ്ടിദോഷം വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ശരീരത്തിന് കിഴപ്പ്, വേദന ഇതൊക്കെ ഉണ്ടാകുന്നത്. ആ നെഗറ്റീവ് എനർജി ശരീരത്തെ ബാധിക്കുന്നതുകൊണ്ടാണ്. ഭഗവാൻ സത്യസായി ബാബയുടെ അടുക്കൽ ഒരിക്കലൊരു ഭക്തനെത്തി. ആ ഭക്തൻ എത്തിക്കഴിഞ്ഞ് നന്നായിട്ട് ഭജന പാടുന്നയാളാണ്. പക്ഷെ ഭജന പാടാൻ തുടങ്ങിയപ്പോഴാണ് ശബ്ദം വരുന്നില്ല. ആകെ വിഷമായി. അപ്പോൾ ബാബയുടെ അടുക്കൽ ചെന്നപ്പോൾ ബാബ പറഞ്ഞു, നീ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ട്രെയിൻ ലേറ്റ് ആണെന്നത് കണ്ട് വെയിറ്റിംഗ് ഷെഡിലിരുന്ന് പാടിയായിരുന്നു. അവിടെ വെച്ച് നിനക്ക് ദൃഷ്ടിദോഷം കിട്ടിയതാണ്. ഈ ഭഗവാൻ ബാബ പറയാറുണ്ട്, മെൻസസ് ആയിട്ടുള്ള സ്ത്രീകൾ സത്യസായി സേവാ സമിതിയിൽ പോകാമെന്ന്. ക്ഷേത്രത്തിലല്ല, സത്യസായി സേവാ സമിതിയിൽ പോകാം. അത്ര ഉയർന്ന ചിന്താഗതിക്ക് അനുസരിച്ച് നമ്മളെ നയിക്കുന്ന ബാബ പറയുന്നു, ദൃഷ്ടിദോഷം ഉണ്ട്. ഇതാണ് കാരണം, ദൃഷ്ടിദോഷങ്ങൾ. അതിന് നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഉപ്പും മുളകും ഒക്കെ എടുത്ത് ഉഴിഞ്ഞിടണം. അതിന് കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഊർജം നമ്മുടെ ചുറ്റും വ്യാപിക്കും. ഓറ എന്നൊക്കെ പറയില്ലേ, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഉപ്പ് വെച്ച് ഒഴിയുമ്പോൾ ഈ ഊർജത്തിനെ എന്ത് ചെയ്യും? ഉപ്പ് വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും. ഏത് വസ്തുവിനും അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതല്ലേ, എല്ലാത്തിനും ഉണ്ട്. അപ്പം ഈ പല ഊർജത്തിനെ വലിച്ചെടുക്കുമ്പോൾ ഉപ്പും മുളകും ശരീരം മുഴുവൻ ഒഴിയുമ്പോൾ ഈ പ്രോപ്പർട്ടീസ് അനുസരിച്ചത് വലിച്ചെടുത്തിട്ട് എൻ്റെ തുപ്പാൻ പറയും. എന്തിനാ? ഉള്ളിൽ എന്തെങ്കിലും വിസർജ്യം ഒന്നും എടുത്ത് ബാക്കി ഉള്ളിൽ വരുന്ന സാധനം എടുത്ത് ഇടാൻ പറ്റില്ല. അപ്പം പിന്നെ ഉള്ളത് തുപ്പാണ്, അതും കൂടെ എടുത്തിട്ട് എന്നിട്ട് കൊണ്ടുപോയി കത്തിക്കും. എന്തിനാണ് കത്തിക്കുന്നത്?
ഇതൊരു നെഗറ്റീവ് എനർജിയല്ലേ. എനർജി ഒരു പരിധി കൂടുതൽ എനർജി കത്തിക്കാൻ പറ്റില്ലെങ്കിലും വസ്തുവിനെ കത്തിക്കാൻ പറ്റും. കാരണം ഇപ്പം എനർജി എവിടെയാണുള്ളത്? ആ വസ്തുവിലാണ്. അഗ്നിയോടുകൂടി ഏത് വസ്തു ചേർന്നാലും പരിശുദ്ധമാകും അല്ലേ? അഗ്നി എല്ലാത്തിനെയും ശുദ്ധമാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കത്തിക്കുമ്പോൾ അത് നല്ല ഊർജമായിട്ട് അന്തരീക്ഷത്തിലേക്കൊന്ന് വ്യാപിക്കും. അപ്പോൾ എത്രമാത്രം ഇതിൽ ഉണ്ടെന്ന് ആലോചിക്കുക. ഇതിന് പറയുന്ന പേര് മത്സ്യദീക്ഷ എന്നാണ് ഉപനിഷത്തിൽ. അതായത് മുമ്പ് പറഞ്ഞു കുക്കുട ദീക്ഷ, കോഴി സ്പർശത്തിലൂടെയാണ് മുട്ട വിരിയിക്കുന്നത്. ഇത് മത്സ്യദീക്ഷ. മത്സ്യം ഈ വെള്ളത്തിന് മുട്ടയിടും, എന്നിട്ട് അത് ഇങ്ങനെ മുകളിൽ ഒഴുകി നടക്കും. കുറേ നാൾ കഴിയുമ്പോൾ ഈ മത്സ്യം, അമ്മ മത്സ്യം വളരെ ആർദ്രതയോടുകൂടി ഈ മുട്ടയിലേക്ക് നോക്കുമത്രേ. നോക്കുമ്പോഴാണ് ഈ മുട്ട വിരിയുന്നത്. അതായത് കണ്ണിലെ ഊർജം അതിലേക്ക് ചെല്ലുന്നു. ഇതൊന്നും ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആചാര്യന്മാർ ഉപനിഷത്തുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് പറയുന്ന പേരാണ് മത്സ്യദീക്ഷ. അടുത്തതാണ്, ഇവിടെ വെച്ചാണ് ദൃഷ്ടിദോഷം പറയേണ്ടത്, അടുത്തതും കൂടെ പറയാം. അടുത്തതാണ് സ്മരണദീക്ഷ. ശിഷ്യൻ എവിടെ ഇരിക്കുന്നു? ഗുരു കൈലാസത്തിലിരിക്കുന്നു, ഹിമാലയത്തിലിരിക്കുന്നു എന്ന് വിചാരിക്കുക. സ്മരണയിലൂടെ അദ്ദേഹത്തിന് മന്ത്രോപദേശം കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ശക്തിപാതം സംഭവിപ്പിക്കാനുള്ള കഴിവുണ്ട്. നമ്മളെപ്പറ്റി ചിലപ്പോൾ നമുക്ക് തോന്നത്തില്ല, നമ്മളെപ്പറ്റി ഒരാൾ ഓർക്കുന്നു, അല്ലെ അമ്മയെ ഓർക്കുന്നു, അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴായിരിക്കും ശരിക്കും അത് സംഭവിക്കുക. ആ ഒരു ഊർജത്തിൻ്റെ വൈബ്രേഷൻ കാരണമാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് കമത ദീക്ഷ. കമത എന്ന് വെച്ചാൽ ആമ. ആമ വെള്ളത്തിലാണ് ജീവിക്കുന്നതെങ്കിലും കരയിലാണ് മുട്ടയിടുന്നത്. കരയിൽ വന്ന് മുട്ടയിട്ട് കുഴിയൊക്കെ ഉണ്ടാക്കി മുട്ടയിട്ടിട്ട് മൂടി വെച്ചിട്ട് പോകും. കുറേ കാലം കഴിയുമ്പോൾ ആമ വിചാരിക്കും അത്രേ എൻ്റെ മുട്ടകൾ വിരിയാറായി. അപ്പോഴാണ് ഈ മുട്ടകൾ വിരിയുന്നത്. സ്മരണ ദീക്ഷ എന്നാലോചിച്ച്. ഇതാണ് ദീക്ഷാ സമ്പ്രദായം 3 വിധം. ഇതിൽ രണ്ടാമത് പറഞ്ഞ നയനദീക്ഷയാണ് നമ്മളുടെ വിഷയം. ഞാൻ എൻ്റെ വണ്ടി ഓടിക്കുന്നവരെ പ്രഭാഷണം പറഞ്ഞ് കേൾപ്പിക്കുവാണല്ലോ. ഫ്ലാഷ് ബാക്ക് ഓർത്തോനെ നമ്മൾ എവിടുന്നാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊക്കെയാണ് ഒഴിഞ്ഞിടണമെന്ന് പറയുന്നത്. നെഗറ്റീവ് ഊർജ്ജമുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർ ആരും എന്നെ ദോഷദൃഷ്ടിയോടുകൂടി നോക്കിയെന്നല്ല, എങ്കിലും അതിനാണ് ഒഴിഞ്ഞിടുന്നത്. ഇത്രയും പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണെങ്കിലും ഒഴിഞ്ഞിടാനൊക്കെ സമ്മതിച്ചു. ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അവനവിടെ ഫ്രണ്ടിലത്തെ മുറിയിൽ പോയി നിൽപ്പുണ്ട്, മിണ്ടാതെ ഉരിയാടാതെ ഒക്കെ നിൽക്കണം. ഇതിൻ്റെ പ്രൊസീജിയറുകളൊന്നും അറിയില്ല. ഞാനാണെങ്കിൽ സാരി മാറാനായിട്ട് പോയി. അമ്മ ഒഴിഞ്ഞ് 3 പ്രാവശ്യം ഒഴിഞ്ഞ് തുപ്പാൻ പറഞ്ഞു. അമ്മ കൊണ്ടുപോയി കത്തിച്ചിട്ട് അമ്മ ആ വഴിക്ക് പോയി. ഞാൻ കുറേ കഴിഞ്ഞ് വരുമ്പോഴും അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. കാരണം ഇത് എപ്പോഴാണ് തീരുന്നതെന്നൊന്നും അറിയില്ല. അപ്പം മിണ്ടാനും വയ്യ, അതുകൊണ്ട് ആരോട് ചോദിക്കാനും വയ്യ. അപ്പം ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞു, ഇനി പൊയ്ക്കോന്ന് പറഞ്ഞു. പക്ഷെ അതേ പിന്നെ ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്നത് കുറയാൻ തുടങ്ങി. അല്ലെങ്കിൽ അങ്ങനെ പറയാറൊന്നുമില്ല. അപ്പം ഇത് ശരിക്ക് ആചാരമാണോ അനാചാരമാണോ ദുരാചാരമാണോ? ഈ ഒഴിഞ്ഞിടുക എന്ന് പറയുന്നത് ആചാരമാണോ അനാചാരമാണോ ദുരാചാരമാണോ? ആചാരമല്ലേ, ഇത് നമുക്ക് വേണ്ടതല്ലേ, ഇത് നമ്മുടെ നല്ലതിനല്ലേ. പക്ഷെ നമ്മളിതിനെ എന്താ വെച്ചിരിക്കുന്നത്? അനാചാരവും ദുരാചാരവും. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ആചാരം ഏതൊക്കെയാണ്, അനാചാരം ഏതൊക്കെയാണ്, ദുരാചാരം ഏതൊക്കെയാണെന്ന് നമുക്കറിയാത്തത്? എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ അല്ലേ? ഇപ്പം നമ്മൾ പറയും ടീച്ചർ ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് മനസ്സിലായി. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ വേറെ ആരും ഇല്ലല്ലോ, ഇപ്പം ഇങ്ങനെ ഇല്ലല്ലോ. ഇതിൻ്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. അതിനുള്ള ഒരു കാരണം പറയാം. ഇപ്പം കഴിഞ്ഞ ഒരു 8 ദിവസം ഞാൻ കുംഭമേളയിലായിരുന്നു പ്രയാഗ്രാജിൽ. അതിൽ പോയി ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ട്രാവൽ കമ്പനിയുടെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് പരിചയമുള്ള ഒരു വ്യക്തി അവിടെയുണ്ട്, മോണ്ടി പാണ്ഡെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോണ്ടി പാണ്ഡെയാണ് ഞങ്ങൾക്ക് അവിടുത്തെ താമസമെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ മോണ്ടി നമുക്ക് ഈശ്വര കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധയുണ്ടെന്ന് കണ്ടപ്പോൾ മോണ്ടി പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു ബാബയുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോകണം. കുംഭമേളയിലല്ല, അദ്ദേഹം ഇവിടെ ഒരു ഭക്തൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. എനിക്ക് ജനിച്ചത് തൊട്ട് അറിയാവുന്ന ബാബയാണ്. ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. ഞങ്ങൾ 3 പേർ
മോണ്ടി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ബിസിനസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായാലും ബാബയുടെ അടുക്ക ചെന്നാൽ ബാബ അതിന് പരിഹാരം തരും. അതുപോലെ കൈലാസം ചെരുപ്പിടാതെ പ്രദക്ഷിണം വെച്ച് വന്നയാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ബദ്രി കേദാർ പോണെ 5 സോക്സും തെർമൽ വെയറും 5 ഉടും ഉപ്പിട്ടുകൊണ്ട് പോയിട്ട് അവിടെ ചെന്നാൽ ഷൂസ് അഴിക്കാൻ മടിയാണ്. അങ്ങനെയുള്ളപ്പോൾ ആ സിദ്ധി ഉള്ളത് കൊണ്ടല്ലേ. ഇതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വലിയ ആഗ്രഹം ബാബായെ കാണണം. ഞങ്ങൾ അവിടെ ചെന്നു 1 മണിക്കൂറോളം ബാബായോട് സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് ബാബ ഞങ്ങൾക്കെല്ലാം മാലയൊക്കെ തന്നു. മാല തന്നപ്പോൾ ബാബ ഒരു കാര്യം പറഞ്ഞു, ഈ മാല വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ബാബ സ്പർശിച്ച് തന്ന മാലയാണെങ്കിൽ ബാബായുടെ ഊർജം ചൈതന്യം അതിലുണ്ട്. അത് നമ്മുടെ വീട് വരെ എത്തട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞത് അത് ഉദ്ദേശിച്ചാണ്. അപ്പം നമ്മൾ ഇനിയും കുറേ ദിവസമുണ്ട്. ഞാനതൊരു അടിയിൽ ഇട്ട് വെച്ചു. അപ്പം അത് കേടാവില്ലല്ലോ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ നാഗാ സന്യാസിമാരെയും മറ്റും കാണാനായിട്ട് പോകാൻ തുടങ്ങി. 10-15 കിലോമീറ്റർ നടക്കണം. വണ്ടിയൊന്നുമില്ല. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളൊരു കുടുംബം ക്ഷീണിച്ചു. അപ്പം ഗൈഡായിട്ട് വന്ന രാഹുൽ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു, ഞാൻ എന്നാൽ ഇവരെ ഇവിടെ ഒരിടത്ത് കൊണ്ട് ഇരുത്തിയിട്ട് വരാം. അവിടെ ഇരുത്തി ഞങ്ങൾ നടന്ന് തിരിച്ചു വരുമ്പോൾ ഇവരെ കൂട്ടണമല്ലോ. ഇവരെ കൂട്ടാൻ വരുമ്പോൾ ഇവരൊരു ആശ്രമത്തിലാണ് ഇരിക്കുന്നത്. ടെമ്പററി ആയിട്ട് കുമ്മമ്മയുടെ അവിടെ പണിതിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ബാബ. ഞാൻ വേഗം പോയി നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ ഈ ബാബായോട് പോയി സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ രാഹുലിനോട് ചോദിച്ചു, ബാബായെ അറിയോ? ഓ, എനിക്കറിയാം. എൻ്റെ ചെറുപ്പം തൊട്ട് കുഞ്ഞിനെ തൊട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബാബായാണ്. എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ അറിയാം. ഇവർക്കൊക്കെ വളരെ ബഹുമാനമാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ചിന്തിച്ചത്. നമുക്ക് ആർക്കെങ്കിലും ഈ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. നമ്മുടെ ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഒരു കുടുംബത്തിന് ഒരു കുലഗുരുവുണ്ട്. ഒരു കുലത്തിന്, ഒരു കുടുംബത്തിനൊരു ആചാര്യനുണ്ട്. ഈ ആചാര്യനുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്താണ്? നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് സംശയം വന്നാലും ഉടൻ തന്നെ ചോദിക്കാനും പരിഹാരം കണ്ടെത്താനും ഒരാളുണ്ട്. മാത്രമല്ല, ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ തൻ്റെ അച്ഛനും അമ്മയും ഈ ഒരു സന്യാസിയെ ബഹുമാനിക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവനും നമസ്കരിക്കും. ഇപ്പം ആധ്യാത്മികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മളതിങ്ങനെ കൊണ്ടു നടക്കും. ചോദിക്കാൻ ആരുമില്ലെങ്കിൽ വിട്ടുകളയും. ഇങ്ങനെയുള്ള സംശയങ്ങളുടെ കൂമ്പാരം മറുപടി കിട്ടാതെയും വരുമ്പോഴാണ് നമ്മൾ കൊടി പിടിക്കാൻ പോകുന്നത്. കാരണം ഒന്നിനും മറുപടിയില്ല. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ തന്നെ പ്രഭാഷണം നടത്തും. പലരും എൻ്റെ പ്രഭാഷണത്തിൻ്റെ കേട്ട ആളുകളുടെ എണ്ണം നോക്കിയാൽ 8 ലക്ഷം 10 ലക്ഷം ഒക്കെ കാണാം ഓരോ വീഡിയോയിൽ. ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം നിങ്ങൾക്ക് വരില്ലേ? ആരുടെ പ്രഭാഷണം കേട്ടാലും വരാം. പക്ഷെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റുമോ? എൻ്റെ ഫോൺ നമ്പർ അറിയില്ലായിരിക്കും. എല്ലാവർക്കും മറുപടി കൊടുക്കാൻ എനിക്കും പറ്റില്ല. അപ്പോൾ ഞാൻ ഈസിലി ആക്സസിബിൾ അല്ല, ഞങ്ങൾ ആരും. പക്ഷെ നമുക്കൊരു ആധ്യാത്മിക പ്രശ്നം വരുമ്പോൾ ഉടൻ തന്നെ അതിന് മറുപടി കിട്ടാൻ നമ്മുടെ കുടുംബത്തിൽ ഒരു ആചാര്യൻ വേണം. ഈ ഒരു സമ്പ്രദായം ഇന്നും ഉത്തരേന്ത്യയിലുണ്ട്. അതുകൊണ്ടാണ് രാഹുലും മോണ്ടിയും ഒക്കെ അത് പറഞ്ഞത്. കേരളത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ? നമുക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ കുട്ടികളോട് ആധ്യാത്മികമായിട്ടുള്ള സംശയങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുട്ടികൾക്കും ഇതില്ല. കേരളത്തിൽ പൊതുവെ സന്യാസിവര്യന്മാരുള്ള ബഹുമാനം വളരെ കുറവുമാണ്. എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു പ്രകൃതം നമുക്കുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ ഒഴിഞ്ഞിടുന്ന കാര്യത്തിൽ ഒരു കുട്ടിക്ക് സംശയം വന്നു വയ്ക്കുക. ആ വീട്ടിൽ കുലഗുരു ഉണ്ടെങ്കിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ അദ്ദേഹം വരുമ്പോൾ അവൻ ചോദിക്കും അല്ലേ, അല്ലെങ്കിൽ സ്വാമിജി ബാബ ഈ ഒഴിഞ്ഞിടുന്നതിൻ്റെ കാര്യം എന്താണ്? ഇതൊക്കെ ആ കുലഗുരുവിന് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പതുക്കെ പതുക്കെ അവനെ ഈ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് വളരെ വലിയ ഒരു പരിതാപകരമായിട്ടുള്ള നമ്മളുടെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ആചാരവും അനാചാരവും ദുരാചാരവും തമ്മിൽ തിരിച്ചറിയാത്തത്. അപ്പോൾ ആചാരം എന്ന് പറഞ്ഞാൽ ആചരിക്കേണ്ടത്. ഇനി അനാചാരം എന്താണെന്ന് നോക്കാം. അനാചാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ആചരിക്കാൻ പാടില്ല, പക്ഷെ ആചരിച്ചെന്ന് വെച്ച് സമൂഹത്തിന് ദോഷമൊന്നുമില്ല. ഇതിന് ചിദാനന്ദപുരി സ്വാമിജികൾ ഒരു ഉദാഹരണം പറയും. ഒരു വീട്ടിൽ ആ ഗൃഹസ്ഥൻ വീട്ടിൽ അത്യാവശ്യം പൂജകളൊക്കെ ചെയ്ത് ഭഗവാന് പാലൊക്കെ നിവേദിക്കും. ഇടയ്ക്ക് ഒരു സമയമായപ്പോൾ എവിടെ നിന്നോ ഒരു പൂച്ച വന്ന് കയറി. എന്നിട്ടോ കണ്ണ്
തെറ്റിയാൽ ഈ പാല് വന്ന് കുടിക്കും. അപ്പം 2-3 പ്രാവശ്യം ആകുമ്പോൾ നമ്മൾ പാഠം പഠിക്കും. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? പൂജ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം എന്താ ചെയ്യും? ഈ പൂജയെ പിടിച്ചൊരു കൊട്ടക്കടിയിലാക്കും. കൊട്ടക്കടിയിലാക്കി വെച്ച് കഴിഞ്ഞ് പൂജ ചെയ്യും. പിന്നെ മനസ്സമാധാനമായിട്ട് പൂജ ചെയ്യാം. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഗൃഹനാഥൻ അന്തരിച്ചു. മക്കള് വലുതായി, പൂജ ചെയ്യണം. പൂജയുടെ ABCD അറിയില്ല, എന്താ ചെയ്യേണ്ടത്. അച്ഛൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അറിയാം. ആദ്യത്തെ ചടങ്ങ് എന്താണ്? പൂച്ചയെ പിടിച്ച് കൊട്ടയിലാക്കണം. വീട്ടിൽ പൂച്ചയില്ല. എവിടുന്നോ കഷ്ടപ്പെട്ട് പൂച്ചയൊക്കെ കണ്ടുപിടിച്ച് കൊട്ടയിലാക്കി അതിനുശേഷം എന്ത് ചെയ്തു? പൂജ ചെയ്തു. ഇത് ചെയ്യേണ്ടതാണോ? അല്ല. പക്ഷെ ചെയ്തു എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് വല്ല ദോഷമുണ്ടോ? ഇല്ല. ഇതാണ് അനാചാരം. ഇനി ദുരാചാരമോ? ചെയ്യാൻ പാടില്ല, ചെയ്താൽ സമൂഹത്തിന് ദോഷം വരും. സതി അല്ലേ? ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ അഗ്നിയിൽ ചാടി ദഹിക്കണമെന്നുള്ളത് സമൂഹത്തിന് ദോഷമുണ്ടോ? ആ സ്ത്രീയുടെ മക്കളും ഒക്കെ എന്തവസ്ഥയിലായിരിക്കും? സമൂഹത്തിന് എത്രമാത്രം മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ശബരിമല സ്ത്രീ പ്രവേശനം നടന്നപ്പോൾ അത് ശരിക്കൊരു ദുരാചാരമല്ലേ? സമൂഹത്തിന് എത്ര പേർക്ക് മനപ്രയാസമുണ്ടാക്കി അല്ലേ? സ്ത്രീകളെ നമ്മുടെ ആചാര്യന്മാർ പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓടിക്കയറാം, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതാര് പറയണം? രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഇവിടുന്നുള്ള സംഘടനകളോ അല്ല പറയേണ്ടത്. നമ്മളുടെ ആചാരങ്ങളെ പറ്റി നല്ല ബോധ്യമുള്ള നമ്മുടെ ആചാര്യന്മാർ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാം. കാരണം നമ്മുടെ ദുരാചാരങ്ങളെല്ലാം നിർത്തലാക്കിയിരിക്കുന്നത് നമ്മുടെ ആചാര്യന്മാർ തന്നെയാണ്. പുറത്തുനിന്നൊന്നും വന്ന ആരുമല്ല. സതി നിർത്തലാക്കിയതും ആരാണ്? നമ്മളുടെ ആചാര്യന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ ആചാരത്തെ പറ്റി നല്ല ബോധ്യമുള്ള ആളുകൾ അവർ ചർച്ച ചെയ്ത് പറയട്ടെ. സ്ത്രീകൾക്ക് പ്രവേശിക്കാണ്, അടുത്ത ദിവസം തൊട്ട് ഇരുമുടിക്കെട്ടുമായിട്ട് പോകാം. അതല്ലാത്തടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യണം? അത് ആചാരമായിട്ട് നിലനിർത്തണം. അല്ലെങ്കിൽ അത് ദുരാചാരമായിട്ട് മാറും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മളുടെ ആചാരങ്ങളെ മാനിക്കുക. ആചാരപ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരക്ഷിത. ആചാരം എന്ന് പറയുന്നതാണ് ധർമ്മം. ആ ധർമ്മം എന്ന് പറയുന്നതാണ് ഭഗവാൻ. ഇത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ ഒരു സാധന നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് വേണം ആചാരങ്ങളെയും അനാചാരങ്ങളെയും തിരിച്ചറിയാൻ. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണ്? ഈ അറിവുകളൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല അല്ലേ? അറിവിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ദൈവത്തിന് ആനയുടെ തലയാണെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ കൂടെ പോകുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മളോടൊക്കെ ആരെങ്കിലും വന്നിങ്ങനെ പറഞ്ഞാൽ നമ്മളൊക്കെ അവരുടെ കൂടെ പോകും. ഒരു പരിധി വരെ നമുക്കറിയാം. അറിവില്ലാത്തത് കൊണ്ടാണ് പ്രലോഭിപ്പിക്കപ്പെടുന്നത് അല്ലേ? ഞാനെപ്പോഴും പറയും, മതമാറ്റത്തിന്റെ കാര്യം പറഞ്ഞ് മറ്റു മതസ്ഥരെ എല്ലാവരെയും ചീത്ത പറയും. ഞാൻ പറഞ്ഞു, അവരെന്ത് ചെയ്തിട്ടാണ്? നമ്മൾ നിന്ന് കൊടുത്തിട്ടല്ലേ അല്ലേ? നമ്മളൊരു തരത്തിൽ മാറത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മാറ്റാൻ അവർക്ക് പറ്റില്ല. നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളെ മാറ്റാൻ പറ്റുന്നത്. നമുക്ക് ഈ അറിവില്ലാത്തത് എന്തുകൊണ്ടാണ്? അറിവിരിക്കുന്ന എവിടെയാണ്? ബുദ്ധി ഇരിക്കുന്ന എവിടെയാ? ബുദ്ധി ഇരിക്കുന്ന എവിടെയാ? കാണാൻ പറ്റില്ല, ശക്തിയാണ്. എങ്കിലും നമ്മൾ പറയുന്നത് എവിടെയാ? പൊതുവെ തലയിലാണ് ബുദ്ധി ഇരിക്കുന്നത്. ശക്തി ആയതുകൊണ്ട് ഞാൻ അവനെ പറഞ്ഞില്ലേ, ഊർജത്തിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ എങ്കിലും നമ്മൾ പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഗവേഷണമൊക്കെ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, കാണാൻ പറ്റില്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? തലച്ചോറിലാണ് ബുദ്ധി ഇരിക്കുന്നത്. ഈ തല പോയാലുള്ള അവസ്ഥ എന്താണ്? വലിയ കഷ്ടപ്പാടല്ലേ? അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൻ്റെ ശിരസ് ഏതാണ്? ഭാരതത്തിൻ്റെ ശിരസ് ഏതാണ്? കാശ്മീർ. ഭാരതത്തിൻ്റെ അറിവിൻ്റെ കേന്ദ്രം, ബുദ്ധി കേന്ദ്രം, ശിരസ് കാശ്മീരാണ്. അതിപ്പോൾ എവിടെയാണ്? അതിൻ്റെ ഭൂരിഭാഗം ആരുടെ കയ്യിലാണ്? പാകിസ്ഥാൻ്റെ കയ്യിലാണ് അല്ലേ? ഇതാണ് ഏറ്റവും വലിയ. നമ്മുടെ അറിവും ബുദ്ധിയെല്ലാം കൈമോശം വന്നു കഴിഞ്ഞു. ഇത് വെറുതെ പറയുന്നതല്ല. അറിവിൻ്റെ ദേവതയാണ് സരസ്വതി ദേവി. വേദങ്ങളിൽ പോലും പരാമർശമുള്ള ദേവതയാണ് സരസ്വതി ദേവി. അറിവിൻ്റെ ദേവത. ദേവിയുടെ പേരിൽ ഒരു നദിയുണ്ട്, സരസ്വതി ഉപനിഷത്തുണ്ട്, അതുപോലെ സരസ്വതി കവചം, ഇതെല്ലാം ഉണ്ട്. ഈ സരസ്വതി ദേവിയുടെ ഏറ്റവും
നിവാസിനി. അപ്പോൾ ശാരദാദേവി എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ദേവതയാണ്. ദേവതയുടെ ആസ്ഥാനം കാശ്മീരാണ്. അതുകൊണ്ടാണ് ആചാര്യർ സർവജ്ഞപീഠം എവിടെ പോയി കയറി എന്നാണ് പറയുന്നത്? കാശ്മീരിൽ. സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം അറിയുന്നത് എന്ന് വെച്ചാൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ അറിയുന്നത്. അങ്ങനെയുള്ളവരാരാണ്? ഈശ്വരൻ. ആദിശങ്കരാചാര്യർ ഈശ്വരന് തുല്യമായത് എവിടെ വെച്ചാണ്? അറിവിൻ്റെ ഉത്കൃഷ്ടമായ ആ പരമകോടിയിൽ എത്തിയത് പീഠം കയറിയത് കാശ്മീരിലാണ്. ഈ സർവജ്ഞപീഠം കയറി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കുറേ പടി കയറി സിംഹാസനത്തിൽ ഇരുന്നു എന്നല്ല അർത്ഥം. അതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ കാശ്മീരിൽ ഇന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരാണ്. അവിടെ ഒരു ശാരദാ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇന്നത് തകർക്കപ്പെട്ടു. ഒരു ശാരദാ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഈ ക്ഷേത്രത്തിന് അതുപോലെ 4 വാതിലുകളുണ്ട്, കവാടമുണ്ട്. ഭാരതത്തിലെ പണ്ഡിതന്മാരെ എന്ന് അവകാശപ്പെടുന്നവരെ വാഗ്വാദത്തിൽ തോൽപ്പിച്ചവർക്ക് മാത്രമേ ഈ ക്ഷേത്രത്തിൽ പ്രവേശനം ചെയ്ത് ദേവിയെ ദർശിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരുമാതിരി എല്ലാവരെയും തോൽപ്പിക്കണം. ബാക്കി 3 വാതിലുകളും തുറന്നിട്ടുണ്ടായിരുന്നു. ദക്ഷിണദ്വാരം കവാടം മാത്രം അതുവരെ തുറന്നിട്ടില്ലായിരുന്നു. ആദിശങ്കരാചാര്യർ 2.5 തവണ ഭാരതത്തിന് പ്രദക്ഷിണം വെച്ചു. 3 തവണ എന്ന് പറയുമെങ്കിലും ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞാൽ 2.5 തവണ സഞ്ചരിച്ച് ശങ്കര ദിഗ്വിജയങ്ങൾ വായിച്ചാൽ, അതായത് ശങ്കരാചാര്യരുടെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ കാപാലികരെയും നാസ്തികരെയും ജൈനമതക്കാരെയും ബുദ്ധമതക്കാരെയും എല്ലാം തോൽപ്പിച്ചാൽ മാത്രം പോരാ, അവരിൽ വേണ്ട മാറ്റം വരുത്തിയാണ് അദ്ദേഹം കാശ്മീരിലെത്തിയത്. അതോടുകൂടി അവിടെ പണ്ഡിതന്മാരെന്ന് പറയുന്നവരെല്ലാം സ്വീകരിച്ച് ദക്ഷിണദ്വാരത്തിലൂടെ അദ്ദേഹത്തിനെ ഉള്ളിൽ പ്രവേശിപ്പിച്ച് അദ്ദേഹത്തിന് സരസ്വതി ദേവിയുടെ ദർശനം ലഭിച്ചു. ആ ദർശനം ലഭിച്ചതാണ് സർവജ്ഞപീഠം കയറി എന്ന് പറയുന്നത്. കാരണം ദേവിക്ക് തുല്യമായി പദവിയിലെത്തി. ഈ അഭിഷേകമൊക്കെ അവിടെ നടന്നു. ഇന്നും അവിടെ ഒരു തീർത്ഥക്കുളമുണ്ട്. വളരെ വലിയ പാറക്കല്ല് വെച്ച് അത് മൂടിയിട്ടിട്ടുണ്ട്. ആ കല്ല് മാറ്റിയാൽ അവിടെ തീർത്ഥമുണ്ട്. ആ തീർത്ഥം അമൃത തുല്യമാണ്, അറിവിൻ്റെ അമൃതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശാരദാദേവിയുടെ ക്ഷേത്രം നിലനിന്നിരുന്നു. ഇന്ന് നമുക്ക് അത് നമ്മുടെ കയ്യിലില്ല. പക്ഷേ അവിടെ നമ്മൾ ഈ പറയുന്ന ആതങ്കവാദവും തീവ്രവാദവും ഒക്കെ ഉണ്ടാകും എന്നറിഞ്ഞിട്ടായിരിക്കാം ആദിശങ്കരാചാര്യർ ഭാരതത്തിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു. ഈ 4 മഠങ്ങളിൽ 2 മഠത്തിൻ്റെയും പേര് ശാരദാപീഠം എന്നാണ്. ശൃംഗേരി ശാരദാപീഠം, ദ്വാരക ശാരദാപീഠം. അപ്പോൾ ശാരദാദേവിക്ക് ശങ്കരാചാര്യർ എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നെന്ന് നോക്കുക. ഈ 4 പീഠങ്ങളിലും ഏറ്റവും ഊർജ്ജസ്വലമായിട്ടും ചൈതന്യവത്തായിട്ടും പ്രവർത്തിക്കുന്നത് ശൃംഗേരി ശാരദാപീഠമാണ്. അതിനൊരു കാരണം പറയുന്നത്, ഇവിടെ ആക്രമിക്കപ്പെടുന്നു വന്നപ്പോൾ അന്ന് കാശ്മീരിൽ ഉണ്ടായിരുന്നത് ദാരു വിഗ്രഹമാണ്, തടി കൊണ്ടുള്ള. പുരിയിലൊക്കെ തടി കൊണ്ടുള്ള വിഗ്രഹമല്ലേ, ദാരു വിഗ്രഹമായിരുന്നു. ഈ ദാരു വിഗ്രഹം അവിടെ നിന്ന് ഒളിച്ചു കടത്തിയെന്നും അതാണ് ശൃംഗേരിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതെന്നുമാണ് പറയപ്പെടുന്നത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ തടി കൊണ്ടുള്ള വിഗ്രഹമായിരുന്നത് കൊണ്ട് വിദ്യാരണ്യ സ്വാമികളുടെ കാലത്ത് അത് മാറ്റി വിഗ്രഹമാക്കി പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഭാരതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്. അപ്പോൾ നമുക്ക് ആചാര്യന്മാർ വളരെ വലിയ ഒരു ദൗത്യം തന്നിട്ടുണ്ട്. എന്താണ്? നമ്മൾ സങ്കല്പിക്കണം. എന്തിന്? അവിടെ ഈ ശാരദാ ക്ഷേത്രം ഉണ്ടാകാൻ. ആ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ പടി തുടങ്ങുന്ന സ്ഥലം ഭാരതത്തിലാണല്ലോ. ഇന്ന് ശൃംഗേരി ശാരദാപീഠം, അവിടെ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട്. അവിടെ മിലിറ്ററിയുടെയൊക്കെ അനുവാദത്തോടുകൂടി ജീവനിൽ പേടിയില്ല എങ്കിൽ നമുക്ക് അവിടെ പോയി ദർശനം നടത്താം. പക്ഷേ ശരിയായ സ്ഥലം നമ്മുടെ അധീനതയിലല്ല. അതുകൊണ്ട് ആചാര്യന്മാർ പറഞ്ഞു, നമ്മളെല്ലാവരും അതിനുവേണ്ടി സങ്കല്പിക്കണം. ഈ സങ്കല്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുമ്പ് പറഞ്ഞതുപോലെ സ്മരണ ദീക്ഷയാണ്. ഇത്രയും പേര് ഒന്നിച്ച് സങ്കല്പിക്കുമ്പോൾ അത്രയും വലിയ പോസിറ്റീവ് വൈബ്രേഷൻസ് വരുമ്പോൾ നെഗറ്റീവ് വൈബ്രേഷൻസിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അത് കരിഞ്ഞു, അല്ലേ? ആ നെഗറ്റീവ് വൈബ്രേഷൻസ് ഇല്ലാതെയാകും. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച
നിരീക്ഷിച്ചിരുന്നോ? അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഇതുപോലെ പ്രൗഢഗംഭീരമായിട്ട് വരുന്ന, പക്ഷേ ജയ് ശ്രീറാം ജയ് ശ്രീറാം വിളികൾ വന്നതോടുകൂടി അവിടെ അത് സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ ആചാര്യന്മാർ പറയുന്നു, നമ്മൾക്കൊരു സാധന മന്ത്രം അവർ ഉപദേശിച്ച് തന്നിട്ടുണ്ട്. ജയശ്രീ ശാരദേ. ജയശ്രീ എന്ന് പറഞ്ഞാൽ വിജയിക്കട്ടെ, ശാരദാദേവി വിജയിക്കട്ടെ എന്നുള്ള ഒരു മന്ത്രം നമ്മൾ ചൊല്ലുക. പറ്റുമെങ്കിലും ഒരു ദിവസം ഒരു 12 പ്രാവശ്യമെങ്കിലും ചൊല്ലുക എന്ന്. ഇതും ഇപ്പോൾ നമ്മളൊക്കെ ഇതൊരു ദൗത്യമായിട്ടെടുത്ത് എല്ലായിടത്തും എത്തിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ അത് ചെയ്താൽ അത് വെറുതെ നമ്മൾ ജയശ്രീ ശാരദ ജയശ്രീ ശാരദയെന്ന് ചൊല്ലിയാൽ പോരാ. സങ്കല്പം വേണം. വളരെ മനോഹരമായിട്ടുള്ള കാശ്മീര ഭൂമി സങ്കല്പിക്കണം. നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സങ്കല്പത്തിലുള്ള കാശ്മീർ, അവിടെ മനോഹരമായിട്ടുള്ള ഒരു ശാരദാ ക്ഷേത്രം, പുതിയൊരു ശാരദാ ക്ഷേത്രം നല്ലതുപോലെ അലങ്കരിച്ച് ചൈതന്യവത്തായിട്ടുള്ള ഒരു ക്ഷേത്രം മനസ്സിൽ നമ്മൾ സങ്കല്പിക്കണം. അതോടൊപ്പം ആ ക്ഷേത്രത്തിനുള്ളിൽ മനോഹരമായിട്ടുള്ള ശാരദാദേവിയുടെ സരസ്വതി ദേവിയുടെ ഒരു അലങ്കരിച്ച ചൈതന്യവത്തായിട്ടുള്ള ഒരു വിഗ്രഹം. അത് മാത്രമല്ല, ഈ കേരളത്തിൽ ഇവിടെ ഇരുന്ന നമ്മൾ ആ കാശ്മീർ വരെ എത്തി ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ആ ദേവിയെ ദർശനം ചെയ്യുന്നതായിട്ട് നമ്മൾ വിഭാവന ചെയ്യണം. ഈ 12 തവണ ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സങ്കല്പം വരണം. ഈ സങ്കല്പം ശക്തമായാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് നടക്കുന്നത് നമ്മൾ കണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളുടെ തലയ്ക്ക്, സ്വന്തം തലയ്ക്ക് ഒരു കുഴപ്പം വന്നാൽ നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കും, അതേ പ്രാധാന്യം ഭാരതഭൂമിയുടെ ശിരസിലുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഇതൊരു സാധനയുണ്ട്. ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്, അല്ലേ? അതും കൂടി പറയാം. ശ്രീരാമൻ യുദ്ധമെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട്, അയോധ്യയാണെങ്കിൽ ഭരതം ഭരിക്കുന്നുണ്ട്, ഈ ലങ്കയാണെങ്കിൽ സമൃദ്ധി, എവിടെ നോക്കിയാലും സ്വർണ്ണമാണ്, നമുക്കിവിടെ കൂടിയാലോ എന്ന്. അപ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട്, എനിക്ക് അയോധ്യ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി സൗന്ദര്യമൊക്കെ കുറവാണെങ്കിലും, ലങ്കയുടെ അത്രയും പകുത്തൊന്നും ഇല്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് പകരം വയ്ക്കാൻ ആരുമില്ല. ഭാരതം നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മയുടെ ശിരസ്സിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതേ ഒരു ഭാവം ഭാരതത്തിൻ്റെ ശിരസ്സിന് മുറിവേൽക്കുമ്പോഴും നമുക്കുണ്ടാകും. അതുകൊണ്ട് അതേ ഭാവനയോടെ ഇതിനെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള പരിശ്രമം ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒന്നിച്ചിരുന്ന് ഒരു 12 പ്രാവശ്യം ഓം ആ ജയശ്രീ ശാരദ എന്ന് ചൊല്ലാം. ഒന്നിച്ചു ചൊല്ലിയാൽ മതി, ഒരു 12 പ്രാവശ്യം. പക്ഷെ മുമ്പ് പറഞ്ഞതുപോലെ ആ 12 പ്രാവശ്യം ചൊല്ലുമ്പോഴും ആ സങ്കല്പം വേണം. ക്ഷേത്രവും കാശ്മീര പരിസരവും ഇതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ പോയി ഒന്ന് തൊഴണ്ടേ? അപ്പോൾ ആ തൊഴുന്നതായിട്ടും സങ്കല്പിക്കണം. ഒന്ന് ചൊല്ലാം. जय श्री शारदे, 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 जय श्री शारदे. ഈ മമ്മിയൂരിൻ്റെ ഭൂമിയിലിരുന്ന് നമ്മൾ ഈ ഒരു ശക്തമായ സങ്കല്പം മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് കാരണം കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പഠനത്തിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതലുള്ള ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രമാണെന്നും പിന്നീട് വിഷ്ണു, ദേവി, പിന്നെ ഗണപതി അങ്ങനെയൊക്കെയാണെന്നും സരസ്വതി ക്ഷേത്രങ്ങൾ വളരെ കുറവാണെന്നും കാണപ്പെട്ടു. അതിനൊരു പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ശ്രീരാമകൃഷ്ണ ദേവൻ പറഞ്ഞിട്ടുണ്ട്, ശാരദാദേവി എന്നാൽ സരസ്വതി ദേവിയാണ്. ഏത് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ പോയാലും അവിടെ ശ്രീരാമകൃഷ്ണദേവന്റെ പത്നിയായിട്ടുള്ള ശാരദാദേവിയുടെ പ്രതിഷ്ഠയാണ്. അപ്പോൾ ഓരോ ശ്രീരാമകൃഷ്ണ ആശ്രമവും എന്താണ്? ഒരു സരസ്വതി ദേവിയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് കണ്ട് നിങ്ങൾ എവിടെ പോയാലും
തൊട്ടടുത്തുള്ള ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ പോകാനും നമസ്കരിക്കാനും ആ ശാരദാദേവിയോട് ഈ പ്രപഞ്ചത്തിൻ്റെ അറിവിൻ്റെ മൂർത്തിയായിട്ടുള്ള ശാരദാദേവിയുടെ ക്ഷേത്രം അവിടെ നമുക്ക് വീണ്ടും സ്ഥാപിക്കാൻ ഒരു ഊർജം തരണേ എന്ന് ആ ശാരദാദേവിയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതിനായിട്ട് മമ്മിയോടൊപ്പം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ ഒരു പുണ്യ ദിവസം ഇന്ന് ഏകാദശിയാണല്ലേ. ഈ ഒരു ദിവസം ഏകാദശിയല്ലേ അല്ലേ? ഏകാദശിയാണ്. ഈ ഒരു ഏകാദശി ദിവസം ഇവിടെ വന്ന് ഇത്രയും നേരം ഭഗവത് കാര്യങ്ങൾ പറയാൻ അവസരം തന്ന പ്രകാശ് സാർ, ബിജു സാർ, അതുപോലുള്ള എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.